أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكم أهلكنا قبلهم من قرن هم أشد منهم بطشا فنقبوا في البلاد هل من محيص. إن في ذلك لذكرى لمن كان له قلب أو ألقى السمع وهو شهيد. ولقد خلقنا السماوات والأرض وما بينهما في 6 أيام وما مسنا من لغوب. فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل الغروب. ومن الليل فسبحه وأدبار السجود. واستمع يوم ينادي المناد من مكان قريب. يوم يسمعون الصيحة بالحق ذلك يوم الخروج. إنا نحن نحيي ونميت وإلينا المصير. يوم تشقق الأرض عنهم صراعا ذلك حشر علينا يسير. نحن أعلم بما يقولون وما أنت عليهم بجبار. فذكر بالقرآن من يخاف وعيد. وكم أهلكنا قبلهم من قرن هم أشد منهم بطشا فنقبوا في البلاد هل من محيص. وكم أهلكنا قبلهم നാം എത്ര നശിപ്പിച്ചിരിക്കുന്നു ഖബ്ലഹും ഇവരുടെ മുമ്പ് മിൻ ഖർനിൻ തലമുറകളിൽ നിന്ന്. ഹും അവർ അശദ്ദു മിൻഹും ബത്ഷ അവരിൽ ശക്തന്മാരാണ്, കഠിനന്മാരാണ്. ബത്ഷൻ കയ്യൂക്കിൽ. ഫനഖബു ഫിൽ ബിലാദ് അവർ നാടുകളെ ചുരണ്ടി നോക്കി അല്ലെങ്കിൽ പരതി നോക്കി. ഹൽ മിൻ മഹീസ് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ? ഇന്ന ദാലിക നിശ്ചയമായും ഇക്കാര്യത്തിൽ ലദിക്റ ചിന്തിക്കാനുണ്ട്, ഓർമ്മിക്കാനുണ്ട്, സ്മരിക്കാനുണ്ട്. ലിമൻ കാന ലഹു ഖൽബുൻ ഹൃദയമുള്ളവർ. ഔ അൽഖസ്സംഅ വഹുവ ശഹീദ് അല്ലെങ്കിൽ ശ്രദ്ധ കൊടുത്ത് സാന്നിധ്യം അറിയിച്ച് കേൾക്കുന്നവർ. അല്ലാഹു തആല സൂറത്ത് ഖാഫിലൂടെ പുനരുദ്ധാരണ ജീവിതത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്നു. യൗമ യഖൂലു ലി ജഹന്നമ ഹൽ ഇംതലഅത് വതഖൂലു ഹൽ മിൻ മസീദ്. നരകത്തിനോട് നിനക്ക് നിറഞ്ഞോന്ന് ചോദിക്കും. നരകം ചോദിക്കും എനിക്ക് ഹൽ മിൻ മസീദ്, ഇനി കൂടുതലുണ്ടോ? എത്ര നമ്മൾ എന്ത് ചെയ്യും? എടുക്കാൻ റെഡിയാണ്, ഇനി കൂടുതലുണ്ടോ എന്ന് ചോദിക്കുന്നു. ഔസ്ലിഫത്തുൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ് വിദൂരമല്ലാത്ത നിലയിൽ മുത്തഖീങ്ങൾക്ക് സ്വർഗത്തെ അടുപ്പിക്കപ്പെടും, സമീപമാക്കപ്പെടും. ഹൽ ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ് മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി വജാ ബിഖൽബിൻ മുനീബ്. നരകവാസികൾ നരകത്തിൽ പോകാനുള്ള കാരണം നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു. സ്വർഗവാസികളോട് അവർ സ്വർഗത്തേക്ക് പോകാനുള്ള കാരണങ്ങളാണ് അവർ അള്ളാഹുവിലേക്ക് പാപസുരക്ഷിതരായി അവർ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരാണ്. അദൃശ്യമായ നിലയിൽ അല്ലാഹു റഹ്മാനെ ഭയപ്പെടുന്നവരാണ്. അവർ ഖേദമുള്ള ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരാണ്. അവരോട് പറയപ്പെടും ഉദ്ഖുലുഹാ ബിസലാമിൻ, നിങ്ങൾ നിർഭയരായി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളിൻ. ദാലിക യൗമുൽ ഖുലൂദ്, അതാണ് സ്ഥിരമായി നിൽക്കാനുള്ള ദിവസം. ഇതാണ്
ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്, അവർക്ക് അവരുച്ഛിക്കുന്നതൊക്കെ ഉണ്ട്. വലദൈനാ മസീദ്, സ്വർഗവാസികൾക്ക് ഇനിയും കൂടുതൽ കൊടുക്കാനുണ്ട്. ആരേലും? അള്ളാഹുവിന്റെ അടുക്കൽ. അത് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയണം. എന്നുവെച്ചാൽ മക്ക മുശ്രിക്കീങ്ങൾ നിമിതങ്ങൾ സഹാസന്തങ്ങളെ ഉപദ്രവിക്കുകയും പ്രയാസപ്പെടുത്തുകയും മരണത്തിന് ശേഷം ജീവിതമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇടങ്ങാറാക്കിക്കൊണ്ടിരിക്കാൻ, അവരോട് ഈ കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയാണ് വകം അഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർൻ, ഇവരുടെ മുമ്പ് എത്ര തലമുറകളെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്? നശിപ്പിച്ചിട്ടുണ്ട്. ഹും അശദ്ദു മിൻഹും ബത്ശ, അവര് ഇവരെക്കാൾ വലിയ ശക്തന്മാർ. അശദ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കടുപ്പുള്ള ആൾക്കാർ. ബത്ശൻ എന്ന് പറഞ്ഞാൽ കയ്യൂക്ക്. ഇന്ന ബത്ശ റബ്ബിക ലശദീദ് എന്ന് പറഞ്ഞ അതേ സാധനമാണ്. ശദീദുണ്ട് അവിടെ, ഇവിടെ അശദ്ദുണ്ട്, ബത്ശൻ എന്നുവെച്ചാൽ നിങ്ങളെ അവരെക്കാൾ വലിയ കയ്യൂക്കുള്ള ശക്തന്മാരായ ആൾക്കാരായിരുന്നു അവർ നമ്മൾ എന്താക്കിയിട്ടുണ്ട്? നമ്മൾ എത്ര ആൾക്കാരെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയാണ്, ഇവരോട് മാന്യമായ നിലയൊക്കെ പറഞ്ഞു, ഇനി ഇവരിതിനൊന്നും ഒതുങ്ങിച്ചില്ലെങ്കിൽ അടുത്ത പണി ഇവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? എന്റെ പണി ഇവിടെ ഉണ്ട്. കാരണം അവരോട് വകം അഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർനിൻ ഹും അശദ്ദു മിൻഹും ബത്സൻ വനഖബു ഫിൽ ബിലാദ്, അതിശക്തന്മാരായ ആൾക്കാരായിരുന്നു ആദ് സമുദായം. പിന്നെ സമൂദ്, ഇവരൊക്കെ വലിയ വലിയ വമ്പന്മാരായിരുന്നു. നമ്മളെക്കാൾ വലിയ ശക്തന്മാരാരാളുള്ളത് ചോദിച്ചിന്. മൻ അശദ്ദു മിന്നാ ഖുവ്വ, നമ്മളെക്കാൾ വലിയ ശക്തന്മാരാരാളുള്ളത് എന്ന് ചോദിച്ച ആൾക്കാരുണ്ടായിരുന്നു. അവരവരെ എന്താക്കിന്? അത് കൈകാര്യം ചെയ്ത് എന്ന് വെച്ചാൽ അള്ളാഹ്ക്ക് ആരും എന്തല്ല വെൽപ്പേറൂല. മാന്യമായ ഇടപെടലും ഒമാനബി വല്ലാമില്ലിൽ അബി എന്ന് പറഞ്ഞു തൊട്ടുമ്പത്തെ പാടത്തിൽ. അള്ളാഹു താല ഒരടിമനെ എന്ത് ചെയ്യൂല? ആക്രമിക്കൂല. അള്ളാഹ്ക്ക് അങ്ങനത്തെ പരിപാടിയില്ല. ഒരു ദറ അള്ളാഹു ആക്രമിക്കൂല. അള്ളാഹ്ക്ക് അങ്ങനത്തെ പരിപാടിയില്ല. അള്ളാഹു ആദിലാണ്, അള്ളാഹു നീതിമാനാണ്. അവനൊരിക്കലും ആക്രമിക്കൂല. പക്ഷേ ഒരു ലെവല് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു താല അവന്റെ നടപടികൾ എടുക്കും. അത് എല്ലാ കാലഘട്ടത്തിലും എടുക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, സത്യത്തിൽ നന്മ ചെയ്യുന്നവരുടെ നന്മനെ അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കും. ഈ ലോകത്തിന്റെ നിയന്ത്രണം സത്യത്തിൽ മുഅ്മിനീങ്ങളുടെ പ്രവർത്തനങ്ങളെ നോക്കിയിട്ടാണ് അവരെ കാര്യങ്ങളിൽ തീരുമാനം. വിശ്വാസമില്ലാത്തവരെ പറ്റി അള്ളാഹ്ക്ക് ഒരു നോട്ടേ ഇല്ല. വിശ്വാസമില്ലാത്തവരെ പറ്റി അല്ലാതെ ഒരു വിഷയമില്ല. അപ്പൊ എന്താ ഹാൾ ടിക്കറ്റ് വാങ്ങി പരീക്ഷയിൽ ഹാളിൽ കയറിയ കുട്ടികളെ പറ്റി മാത്രമേ എന്തുള്ളൂ. ഇവർ കോപ്പി അടിക്കണ്ടോ, ഇവര് അങ്ങനെ ആക്കണ്ടോ, ഇവർ ഇങ്ങനെ ആക്കണ്ടോ ഒക്കെ നോട്ടുള്ളൂ. അവിടെ അപ്പുറത്ത് മാവുമല വരുന്ന കുട്ടികൾ, അയിലീലി നടക്കുന്ന കുട്ടികളൊന്നും എന്ത് ചെയ്യൂല, അറിവായി ഓലൊക്കെ ഒഴിവാക്കി വിട്ടാണ്. ഓരോന്നും ഇതിലുള്ള ആൾക്കാരല്ല. ഇത് ഹാൾ ടിക്കറ്റ് വാങ്ങിയ ആൾക്കാരെ മാത്രം നോക്കണം. കെലിമയില്ലാതെ മാത്രമേ അള്ളാഹു നോക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ അമലുകൾ അതൊരു കൃത്യമായ അവസ്ഥയിൽ ഒരു സെറ്റപ്പിലെത്തിയാൽ അതിനനുസരിച്ചുള്ള നിലപാടുകളാണ് അവരോടുണ്ടാകുക. മനസ്സിലായില്ലേ? മുഅ്മിനീങ്ങളുടെ ഈമാൻ, അവരുടെ അമലുകൾ, അവർ അല്ലാഹുമായുള്ള ബന്ധങ്ങൾ, അതിനനുസരിച്ചേക്കും പ്രകൃതിന്റെയും അവസ്ഥകളുടെ ഒക്കെ, ഇപ്പൊ മഴ പെയ്യല്, പെയ്യാതിരിക്കല്, ദുരന്തങ്ങൾ, രോഗങ്ങൾ, അതിനൊക്കെ എന്താണ്? മുഅ്മിനീങ്ങളാണ് അടിസ്ഥാനം. അല്ലാഹു നോക്കുന്നത് അവരെയാണ്. അല്ലാഹു നോക്കുന്നത് ആരാണ്? അവരെയാണ് നോക്കുന്നത്. അതിന്റെ ഇടയിൽ കുറെ ആൾക്കാരുണ്ടാവും. അന്നിപ്പോ എന്തല്ല, ഇപ്പൊ ഒരു സംഗതി നടത്തുകയാണെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദികൾ ഉണ്ടാവും. പിന്നെ അതിന്റെ സഹായികളായിട്ട് വെറുതെ കൂടി കൊടുക്കണവരുണ്ടാവും. ഓലൊന്നും ശമ്പളം കിട്ടൂല. കിട്ടോ? ഓൽക്ക് ശമ്പളം ഓൽക്ക് കുറവ് പ്രശ്നമൊന്നുമില്ല. ഓരങ്ങനെ ഇപ്പൊ കല്യാണത്തിന് വെപ്പിനൊക്കെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. വെക്കിന് ഒരു 4 ആളേക്ക് വന്നിട്ടുണ്ടാകുക. പിന്നെ അവിടെ പാത്രം വെക്കണോണ്ടാവും, പിന്നെ അവിടെ മായസ് പിടിച്ചിട്ടുണ്ടാവും, ചോറ് കളപ്പി കൊടുക്കണുണ്ടാവും, കറി വെച്ചിട്ടുണ്ടാവും. ഓനക്കൊന്നും എന്തില്ല ഓനക്കൊന്നൊന്നുമില്ല. അതാ പോണ 4-5 ആൾക്കാർക്ക് എന്തിന്റെ ഉള്ളൂ. അയാളൊരു എന്റെ കൂടെ 4 ഹെൽപ്പർമാരുണ്ട്, എനിക്ക് ഇത്ര കൂലി തരണം, ഓരോ കൂലി കൊടുത്തിടും. ബാക്കി അവിടെ ചോറ് കളപ്പി ചിലപ്പോ വിലക്കാളും പണിയെടുത്ത ആൾക്കാരായിരിക്കും. അവിടെയുള്ള കുടുംബക്കാര്. ചോദിക്കൊന്നും പൈസ ഇല്ല. ഇതേപോലെ ചോദ്യം ഉത്തരം കേടുന്നാലും ചോദ്യം ആരോടെ ഉള്ളൂ? കുടുംബക്കാരോടെ ചോദ്യം ഉണ്ടാകുക. വെക്കാൻ ഏൽപ്പിച്ച ഉൾക്കതിന്റെ ഉത്തരവാദിത്തമുണ്ട്. ഇതേപോലെ മുഅ്മിനീങ്ങൾ ഓരോണ് കൊടുത്ത നിലവാരമുള്ള ആൾക്കാർ, ഓരോണ് അള്ളാഹു നോക്കുന്നത്. അവര് കൊടുത്തം വിട്ടാൽ പിന്നെ അള്ളാഹു നോക്കല് അക്രമങ്ങൾക്ക് എത്ര ഒരു ലെവൽ ചെയ്യുന്നുണ്ടാവും. അതിന്റെ അപ്പുറത്തേക്ക് കയറിയാൽ ഉണ്ടോ? ചില റോട്ടിലൊക്കെ ഉണ്ടാവും ഈ ഒരു മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, വലിയ വാഹനങ്ങൾ പോകാൻ വേണ്ടി, ലോഡ് കയറ്റി ആ പാലത്തിന്റെ മുകളിലൂടെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ടാവും. എന്നുവെച്ചാൽ ലോഡ് അതിലൂടെ എന്ത് ചെയ്യൂല,
കടക്കൂല. ഇതേമാതിരി ബാത്തിലിനും അള്ളാഹു ഇങ്ങനെ ഒരു ലെവൽ വെച്ചിട്ടുണ്ട്. അതിന്റെ മുട്ടി പ്രശ്നമായാൽ പിന്നെ എന്ത് ചെയ്യും? നടപടികൾ വരും. ആ നടപടികളാണ് സത്യത്തിൽ വരുന്നത്. മൂമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേജാറിന്റെ ആവശ്യമില്ല. ലോകത്ത് ആരെന്ത് ഭീഷണിപ്പെടുത്തിയിട്ടും കാര്യമില്ല. എന്താണ് ഇവരൊക്കെ നിയന്ത്രണം ആരേലുള്ളത്? അള്ളാഹുവിന്റെ കയ്യിലുള്ളത്. ഇവർ ജീവിക്കണമെന്ന് വരെ തീരുമാനിക്കേണ്ടത് ആരാണ്? അള്ളാഹുവാണ്. ജീവിക്കണമെന്ന് വരെ തീരുമാനിക്കേണ്ടത് ആരാണ്? അള്ളാഹുവാണ്. ആർക്കല്ല. ഇപ്പോൾ വലിയൊരു കാർഡിയോളജിസ്റ്റ്, ഞാൻ ഇപ്പം ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അപ്പം അവിടെ ഇങ്ങനെ വേറൊരു കാര്യം പറഞ്ഞപ്പം അവിടുത്തെ ഒരു കാർഡിയോളജിസ്റ്റ് ഒരു അത്യാവശ്യത്തിന് അയാളെ കല്യാണത്തിന് വേണ്ടി തമിഴ്നാട്ടിൽ പോയതാണ്. അയാളെ കുടുംബങ്ങളൊക്കെ ആയിട്ട്. അയാൾ അവിടുന്ന് അറ്റാക്കായി പോയി. എവിടുന്ന് പോയി? എല്ലാവരും ഹാർട്ട് നോക്കുന്ന ആളാണ് ആര്? അയാളെ അതുണ്ടോ ഇതുണ്ടോ, അതിന് കുറച്ച് കുറവുണ്ട്, ഇപ്പൊ പമ്പിങ് കമ്മിയാണ്, മാരി അടിച്ചല, മനസ്സിലായില്ലേ? അങ്ങനൊക്കെ ഉണ്ടാവും. പക്ഷെ അയാൾ മരിച്ചത് എവിടുന്നാണ്? ചിലപ്പോ ഉണ്ടാവും, ഇതിലൊക്കെ ഉണ്ടാവും. അറ്റാക്ക് വരുന്നതിന് മുമ്പുള്ള ലക്ഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 6 മാസം മുമ്പ് എന്നെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനൊക്കെ ഉണ്ടാക്കി ഈ ഡോക്ടർക്ക് അറിയണ്ടേ? മനസ്സിലായി എനിക്ക് ഞാൻ പറഞ്ഞു. അപ്പൊ സത്യത്തിൽ ആരും ആരെ കയ്യിലും അല്ല, എല്ലാരും നിയന്ത്രണം ആരെയുള്ളത്. ഞാനത് എടുക്കുപ്പതെന്ന് പറഞ്ഞാല് ഓൻ ജീവിക്കണോന്ന് തന്നെ തീരുമാനിക്കുന്ന ആള് വേറുണ്ട്. ഉണ്ടോ അല്ലേ ഈ രാജ്യം നമ്മളെ പിടിച്ചെടുക്കാൻ പോവുകയാണെങ്കിൽ എല്ലാവരും ഇവിടുന്ന് പുറത്താക്കാൻ പോവുകയാണെന്ന് ഒരുത്തം വമ്പ് പറയുകയാണെങ്കിൽ ഓൻ ഇവിടെ നിൽക്കണോ വേണ്ടെന്നുള്ള കാര്യം വേറെ ആളല്ല തീരുമാനിക്കണം. ഓന് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടോ? അതുകൊണ്ട് ഇതൊക്കെ കേട്ടിട്ടിപ്പോ മനുഷ്യന്മാര് ബേജാറുണ്ടാവും. എന്താണ്ടാവുക പഠിച്ചവനെ ഇനിയിപ്പോ ആകെ പിടുത്തം വിടുമെന്നൊക്കെ. എന്ത് പിടുത്തം വിടാൻ ഒരു ബേജാറുമില്ല. കമ്മഹലക്കിന ഖബലഹും മിൻ ഖർനി, പിന്നെ അവനേക്കാളും വലിയ ശക്തന്മാരായ ആൾക്കാരൊക്കെ അവിടെ വന്നു പോയിന്. ആർക്ക്? അള്ളാഹ്ക്ക് തോന്നുന്നു എന്തല്ല ഒന്നല്ല. ഫനഖബു ഫിൽ ബിലാദ്. നഖബു ഫിൽ ബിലാദ് പറഞ്ഞാൽ കരണ്ടി നോക്കാറുണ്ടാ. മനസ്സിലായി നിങ്ങൾക്ക്? കാർ നോക്കാനൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഇത് നോക്കലുണ്ടല്ലോ. ഈ കോട്ടൊക്കെ ഒന്ന് ചുരണ്ടിയോ ഇത് ഉള്ളിക്ക് കയറാൻ വേണ്ടിട്ട് ഇങ്ങനെ എന്താക്കാ, എലിയൊക്കെ ഇങ്ങനെ ഇതാക്കല്ലേ. നഖബു പറഞ്ഞാൽ അതാണ്. ഇങ്ങനെ പരതി ആകെ വെപ്രാളം പിടിച്ചിട്ട് പരതുക. എന്തിന്? രക്ഷക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ നോക്കാൻ. എന്തെങ്കിലും ചിലപ്പോ ഈ നല്ല ടൈലിലോ മാർബിളിലൊക്കെ എന്തെങ്കിലും പാമ്പോ അല്ലെങ്കിൽ സാധനമൊക്കെ കൂടി ആ ഒരു വെപ്രാളം പിടിച്ച് പായലുണ്ട്. എന്തിനു പറഞ്ഞാല് അതിന് ഒളിക്കാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട്. ഇതേപോലെ ഫനഖബു ഫിൽ ബിലാദ്, അവര് നാട്ടിലാകെ കരണ്ട് നോക്കി, അവര് പരതി നോക്കി. ഹൽ മിൻ മഹീസ്, രക്ഷപ്പെടാൻ എന്തെങ്കിലും പഴുതുണ്ടോ വഴിയുണ്ടോ എന്ന്. പക്ഷേ അള്ളാഹുവിന്റെ ശിക്ഷ വന്നാല് പിന്നെ പഴുതടച്ച ശിക്ഷന് വരാം. ഒരിക്കലും എന്താക്കാൻ കഴിയില്ല, രക്ഷപ്പെടാൻ കഴിയില്ല. ആ കോലത്തിലുള്ള ലോക്കാക്കലാണ്. ആര് ലോക്കാക്കല്? അള്ളാഹു തആല. ഓടാൻ കഴിയില്ല. എന്നാ അള്ളാഹ് വിചാരിച്ച ആൾക്കാരൊക്കെ എന്താക്കും? അതിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തും. അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തും. ലൂത്ത് അലൈഹിസ്സലാമിനോട് പറഞ്ഞു വേഗം വിട്ടോളി എന്ന് പറഞ്ഞു. ആര്? അള്ളാഹു തആല. വേഗം പൊയ്ക്കോളി, ഇനി ഇവിടെ നിൽക്കണ്ട, മനസ്സിലായില്ലേ? വേഗം പൊയ്ക്കോളി എന്ന് പറഞ്ഞു. മൂസാ നബിനോട് പറഞ്ഞു വേഗം ബനി ഇസ്രായേലും കൊണ്ട് പൊയ്ക്കോളി എന്ന് പറഞ്ഞു. അള്ളാഹ് ആവശ്യമുള്ളവരൊക്കെ അള്ളാഹ് എന്ത് ചെയ്യും? വേഗം വേഗം രക്ഷപ്പെടുത്തും. ബാക്കി കൊടുക്കേണ്ട ആളെ ഒരാളെ എന്താക്കൂല, അയാള് രക്ഷപ്പെട്ടും പോകൂല. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ വെള്ളത്തിലുണ്ടായപ്പം നീ മോനെ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞപ്പം എന്താ മോൻ പറഞ്ഞത്? സആവീല ജബലി യാസിമിനി മിനൽ മാ, വെള്ളത്തിൽ നിന്ന് ആ മലയുടെ മുകളിൽ വരെ ഞാൻ രക്ഷപ്പെട്ടോളാം. അപ്പൊ നൂഹ് അലൈഹിസ്സലാം പറഞ്ഞത് ലാ ആസിമൽ യൗമ മിൻ അംരില്ല. മോനെ ഇത് വെറുതെ മഴ ചെയ്തിട്ട് വന്നേ വെള്ളപ്പൊക്കല്ല, തോടൊക്കെ നിറഞ്ഞിട്ട് വരുന്ന വെള്ളപ്പൊക്കല്ല. ലാ ആസിമൽ യൗമ മിൻ അംരില്ല. ഇത് അള്ളാന്റെ കൽപ്പന പ്രകാരം വന്നതാണ്. അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് അവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. മനുഷ്യന്റെ ബുദ്ധിക്കോ ശക്തിക്കൊന്നും കഴിയില്ല. ലോകത്ത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മളൊന്നും വിചാരിക്കണമായില്ല കാര്യങ്ങളുടെ ഗതികളും വിഗതികളും എന്നുള്ളത്. ഇപ്പം കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞ റമദാനൊക്കെ മുമ്പായിട്ട് കുറച്ച് ആൾക്കാരുടെ മേലിൽ വലിയ അക്രമം ചെയ്തു, ലോകം ഒന്നായിട്ട് കൂടിയിട്ട്.
ലോകന്നായിട്ട് കൂടിയിട്ട് ഒരു ചെറിയ വിഭാഗത്തിന്റെ മേല് ഓരോ ബഹിഷ്കരിക്കുകയും, ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ബഹിഷ്കരണമാണുള്ളത്? അവിടെ പോയി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോ എങ്ങനെ കൊണ്ടോട്ടിക്ക് വരണമെങ്കിൽ അവിടെ അങ്ങനെ എവിടെ കോളനിയിൽ ചെക്കിങ്, എന്നിട്ട് കൊണ്ടോട്ടിക്ക് നാട്ട് പോണേലും ചെക്കിങ്, അങ്ങനൊക്കെ എല്ലാ ചെക്കിങ് കഴിഞ്ഞിട്ടേ ഒന്ന് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചാൽ എന്തൊക്കെ അവസ്ഥ? അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഒരു ജനതന്റെ മേൽ പണിയെടുത്തിട്ട് അവസാനം ഇതൊന്ന് നിന്നിട്ടാ മതിയെന്ന് വിചാരിക്കുന്ന അവസ്ഥയിൽ അള്ളാഹു കൊണ്ടെത്തിച്ചു ഈ കാലഘട്ടം. ഇത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള കാര്യമില്ല. നമ്മളൊന്നും നമ്മൾ ആലോചിച്ചിരുന്നു എന്താ സംഭവിക്കാന്ന്. നമ്മൾ വിചാരിച്ച പോലെയല്ല, ഓര് വിചാരിച്ച മാതിരി ആയിരിക്കൂല, മറ്റൊരു വിചാരിച്ച മാതിരി ആയിരിക്കൂല. അള്ളാഹുവിന്റെ ഒരു തീരുമാനങ്ങളോ അവസ്ഥകളോ അതിലേക്ക് ഇങ്ങനെ നടത്തുന്നു. ലോകത്തെ എല്ലാ കാലത്തും അതന്നെ ഉണ്ടായത്. പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അള്ളാഹിനെയാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കിയാൽ മുഅ്മിന് സമാധാനമായി ജീവിക്കാം. പിന്നെ അവന്റെ പ്രോഗ്രാമാണ് ലോകത്ത് എന്താകുക, നടപ്പിലാവാന്ന് ആദ്യം മനസ്സിലാക്കിയാൽ മതി. ഇത് വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ അസ്വസ്ഥരാവാനുള്ള കാരണം എന്താ പറഞ്ഞാൽ വേണ്ട നിലയിലുള്ള അള്ളാഹുവിലുള്ള വിശ്വാസം നമ്മളിൽ സുദൃഢമാവാത്തോണ്ടാണ്. യൂസുഫ് നബിന്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ ഒറ്റയടിക്കിറങ്ങിയ സൂറത്താണ് ഈ സൂറത്ത് യൂസുഫ്. ഫുൾ അങ്ങനെ ഒരു സൂറത്ത് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ സാധനങ്ങൾ മാനസികമായിട്ട് ഭയങ്കര പ്രയാസത്തിൽ ഉണ്ടാകുമ്പോഴാണ്. അബൂ താലിബ് വഫാത്തായി, പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി, ബൈക്കാട്ട് ചെയ്യപ്പെട്ടു അബീ താലിബിൽ, ആകെ പ്രയാസായി. അപ്പോഴാണ് സൂറത്ത് യൂസുഫ് ഇറങ്ങിയത്. സൂറത്ത് യൂസുഫ് ഇറങ്ങിയത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. യൂസുഫ് നബിനെ കെട്ടി കൊണ്ടുപോയിട്ടതാണ്. സഹോദരങ്ങൾ വിചാരിച്ചിട്ട് എന്തായി, ചെറിയ കുട്ടിനെ കണ്ടുകൊണ്ട് തള്ളിയിട്ട് ആളിയാത്ര സ്ഥലത്തുണ്ടായാലും എന്താ സംഭവിക്കാം? ഞാൻ ഇതിനെ ആലിക്കാനില്ലല്ലോ, മരിച്ചാന്. പക്ഷെ അപ്പത്തിന് ആളയച്ചിന് ആര്? ഇവർക്ക് തള്ളിയിടാനേ കഴിയുള്ളൂ. ഇനിയിപ്പോ ആ കുട്ടി രക്ഷപ്പെടില്ല. കാരണം വായുവും വെള്ളവും ഒക്കെ പ്രശ്നമല്ലേ, കിണറ്റിന്റെ ഉള്ളിലല്ലേ. എല്ലാരും ഇങ്ങനെ വെള്ളം കോരാൻ കണ്ടൊന്നല്ലോ. അപ്പോഴേക്ക് വേറെ ടീമിനെ കൊണ്ടുവന്നു. അവര് കൊണ്ടുവന്ന് എന്താക്കി, അവരെ തൊട്ടിയിൽ കയറിയിരുന്നു. ഒന്നപ്പോ കുട്ടിനെ കിട്ടിയാൽ അവിടെ ഒരു ഒഴിവാക്കല്ലേ ചെയ്തത്. ഓരെന്താക്കി, ഒരു എന്ത് ചെയ്ത് പറഞ്ഞാൽ അവരുടെ അവരെ കച്ചവടച്ചരക്കിന്റെ കൂട്ടത്തിൽ ഇതിന് ഒളിപ്പിച്ചു. ഫസറു പറഞ്ഞാൽ അതാണ്, മനസ്സിലായില്ലേ? അതിനെ രഹസ്യാക്കി വേഗം തടിയെടുത്തു. അവിടെ രണ്ടോ ഓരോന്നൊക്കെ നിൽക്കേണ്ട ടീം എന്തായി, മുതലിട്ട് വേഗം മുട്ടുഞ്ഞിപ്പാര അന്വേഷിച്ചൊക്കെ വന്നിട്ട് ഇതായാലും കൊണ്ടേ. ചെറിയ വിലക്കാണ് വിൽക്കാൻ. മനുഷ്യനെന്നും മനുഷ്യർക്ക് ചെറിയ വില കാണും, മനസ്സിലായില്ലേ? ചെറിയ വിലക്കാണ് വിറ്റത്. ഭയങ്കര സൗന്ദര്യമുള്ള കുട്ടിയാണ്, എന്നിട്ട് വിറ്റത് ചെറിയ വിലക്ക്. ഖുർആൻ അങ്ങനെ തന്നെ പറയണോ, ചെറിയ ചില്ലി പൈസക്ക് വിറ്റു. അവിടുന്ന് അങ്ങനെ പോവാണ്. എന്നാൽ കൊട്ടാരത്തിലെത്തിയ അസീദ അവരുടെ ഭാര്യനോട് പറഞ്ഞു, ഈ കുട്ടിനെ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് മോനായിട്ട് പോറ്റാം. മനസ്സിലായില്ലേ? മോനായിട്ട് പോറ്റാം, നമുക്ക് ഇവനോട് പ്രയോജനം ഉണ്ടാവാം. ഔ നത്തഖിദഹു വലദ, അല്ലെങ്കിൽ നമുക്ക് മോനായിട്ട് എന്ത് ചെയ്യാം. وقال الذي اشتراه من مصر لامرأته أكرمي مثواه عسى أن ينفعنا أو نتخذه ولدا, നമുക്ക് പ്രയോജനം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ മോനായിട്ട് പോറ്റാൻ പറയും. സത്യത്തിൽ ഒരു മോനായിട്ട് പോറ്റി ആ കൊട്ടാരത്തിൽ വളർന്നാൽ അടുത്ത അവകാശം ആരാണ്? കൊട്ടാരത്തിലല്ലോ വളരുന്നു. അപ്പൊ സത്യസന്ധമായിട്ട് എന്ത് ചെയ്യാറുണ്ടാൽ മോനായിട്ടാണ് വളർത്തി ഇവരാട് മരിപ്പിച്ചാൽ അടുത്ത ആരാണ്? യൂസുഫ് നബി രാജാവാണ്, പക്ഷെ അത് ചെയ്തില്ല. വേഗം ചെയ്യാത്ത കുറ്റത്തിന്റെ മേലിൽ ജയിലടച്ചു. മനുഷ്യനൊരു കുറ്റം ചെയ്തിട്ട് അതിന്റെ ശിക്ഷ അനുഭവിക്കുമ്പോൾ ഒരു വലിയ പ്രശ്നം ഉണ്ടാവില്ല. ചെയ്യാത്ത കുറ്റത്തിന്റെ മേൽ ശിക്ഷിക്കപ്പെടുമ്പോ എന്താവും? അവിടുന്ന് പിന്നെ രക്ഷപ്പെട്ടു. ഇങ്ങനെ വന്നു അള്ളാഹു തആല അധികാര കസേരയിൽ കൊണ്ടുവന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, ഇത് നമുക്കിപ്പവേ മനസ്സിലായിട്ട് യൂസുഫ് നബി എവിടെത്തും. ഇവിടെ കെൻറ്റിൽറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എവിടെത്തും രാജാവാകും. നമുക്ക് ടെൻഷനില്ല കെൻറ്റിട്ടൊന്നും. പക്ഷെ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്തെന്നാണ്, ഒരു റൂട്ട് മാപ്പാണ് അള്ളാഹു പറഞ്ഞിരുന്നത്. ഞാൻ ഇതേമാതിരിയൊക്കെയാണ് കൊണ്ടുപോവുക, രാജാവാക്കാൻ കൊണ്ടുപോകണ ആളെങ്ങനൊക്കെ കൊണ്ടുപോകുന്നു. ഇതേമാതിരി നമ്മളൊക്കെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് അതിന്റെ പിന്നിൽ വേറെന്തൊക്കെയോ വഴികൾ അല്ലാഹു തുറക്കാൻ വിചാരിക്കണ്ടാവും. അപ്പൊ അതുവരെ എന്ത് ചെയ്യണം? യൂസുഫ് നബി അലൈഹി ഇസ്ലാമെ ആ സൂറത്ത് മൊത്തം നമ്മൾ നോക്കിയാൽ ഒരു സ്ഥലത്ത് പോലും എന്താ അല്ലാഹുവേ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, ഇന്ന് എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കണത് എന്ന് എന്ത് ചെയ്തിട്ടില്ല. യൂസുഫിനെ ചോദിക്കണേയില്ല, അങ്ങനെ പോവാണ്.
ഇവരങ്ങനെ പോവാണ്. ജയിലിലെത്തിയ ഇവർ ചോദിച്ചത് അർബാബുൻ മുതഫർരിഖൂന ഖൈറും അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, കുറെ ദൈവങ്ങളാണോ അല്ലെങ്കിൽ ഏകനായ ഒരു അല്ലാഹു ആണോ നല്ലത് എന്നൊക്കെ ചോദിക്കാൻ. സത്യത്തിൽ പിന്നെ ആരെ പറ്റി തന്നെയാണ് പറയുന്നത്? അള്ളാഹിന്റെ മാത്രം തന്നെയാണ് പറഞ്ഞത്. അള്ളാഹുവിലേക്ക് ദാവത്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അസുഖമോ പ്രയാസമോ കടമോ ഒക്കെ വന്നാല് നമ്മൾ ഇബാദത്തിൽ നിന്നും വഴിമാറിപ്പോവരുത്, അള്ളാഹുവിൽ നിന്നും വഴിമാറിപ്പോവരുത്. മനസ്സിലായില്ലേ? നമ്മളൊക്കെ ഇങ്ങനൊക്കെ ഇബാദത്തൊക്കെ ചെയ്തിട്ട് നമ്മക്ക് തന്നെ ഇത് വരികയാണ്, ഇത്തപ്പഞ്ഞിപ്പോ ഇബാദത്തൊക്കെ ചെയ്തിട്ട് എന്ന് ചിന്തിക്കരുത്. നമ്മൾ ഇങ്ങനൊക്കെ അള്ളാഹിനെ പറ്റി പറഞ്ഞിട്ടും നമ്മക്ക് തന്നെയാണല്ലോ ഇത് വരുന്നത്, അതും ഉണ്ടാവരുത്. നമ്മള് ഇവിടെ ജീവിക്കണ തന്നെ അള്ളാന്റെ ഔദാര്യാണ്. അന്നിപ്പോ അവകാശമൊന്നുമില്ല. നമ്മളത് ശ്വാസം മുട്ടിച്ചാൽ എന്താ കാട്ടുക? ഒരാളെ മാത്രം ശ്വാസം മുട്ടിക്കൽ അള്ളാഹ്ക്ക് പ്രയാസമില്ല. ഉണ്ടോ? പറയുവായി ഉണ്ടോ? നിങ്ങളെന്താ പറയാ? ഉണ്ടോ? ഇല്ല. ഈ ശ്വാസം മുട്ടുള്ള ആളെ കണ്ടില്ല നിങ്ങൾ? ഇപ്പൊ ശ്വാസം മുട്ടുള്ള ആൾ ഈ പള്ളി വന്നാൽ നമ്മളൊക്കെ അങ്ങനെ ഇരിക്കണ്ടേ? അൽഹംദുലില്ലാ. പക്ഷെ അദ്ദേഹം ഭയങ്കര പ്രയാസപ്പെടുണ്ടാവും. ഉണ്ടാവില്ലേ? അപ്പൊ അയാൾ ഈ കണ്ട ഞങ്ങളൊക്കെ വലിക്കില്ല, എന്താ നിക്ക് വലിച്ചാലും ഞാൻ ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം അയാളത് മാത്രം എന്താക്കിയതാണ്. അള്ളാഹു ഒപ്പക്കാണ്, അത് തിരിച്ചൊക്കെയാണ്. അത് നമ്മളെല്ലാവരും കാക്കട്ടെ. ഞാൻ ഒരിക്കൽ രാത്രി ജമാഅത്തിലാണ്, നല്ല നമ്മളെ ജമാഅത്തിൽ ആലിമുണ്ട്. രാത്രി ഞാൻ വെറുതെ 2 മണിക്ക് എന്നിട്ട് വെക്കുമ്പോൾ ഒരാളിങ്ങനെ ജനൽമേൽ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ആളാരാന്നറിയില്ല, എന്താ സംഭവം എന്നറിയില്ല. ഞാൻ ഒന്നിങ്ങനെ നോക്കുമ്പോ പിന്നെ ഇങ്ങനെ ഒരാൾ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ശരിക്കും ഇങ്ങനെ കണ്ണൊക്കെ ഉറക്കത്ത് കാണണോ ഒന്നും അറിയില്ല. 97-ലാണ് ഞാൻ നോക്കുമ്പോ ഇങ്ങനെ. പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ ധൈര്യം സംഘടിപ്പിച്ച് ഞാൻ നിന്ന് നോക്കുമ്പോ ഒരാളിങ്ങനെ ജനലിൽ പിടിച്ച് ഞാൻ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ വെറുതെ പോയി നോക്കി. അപ്പൊ ശ്വാസം മുട്ടിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് അത് പിടിച്ച് ഞാൻ നിൽക്കുകയാണ്. ഓരോ ശ്വാസം എടുക്കണ എത്ര പ്രയാസപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ഉയിഞ്ഞേറണോ, ഞാൻ എന്താക്കണോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. കാരണം അതിനൊന്നും കാണിച്ചിട്ട് എന്തില്ല, ശ്വാസം കിട്ടാതെ നമ്മൾ എന്ത് കാട്ടിയിട്ട് കാര്യം. നമ്മളിപ്പോ ഛർദിക്കാണെങ്കിൽ നമ്മളൊന്ന് ഉഴിഞ്ഞു കൊടുക്കും, വേറെ എന്തെങ്കിലും നമ്മളൊന്ന് ഉഴിഞ്ഞു കൊടുക്കും, നെഞ്ഞുവേനാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ഞാൻ അന്നാണ് ഈ സാധനം മനസ്സിലാക്കിയത്. നമ്മളെല്ലാ ബാക്കിയുള്ളവർക്ക് അടിച്ചുപൊളിയായിട്ട് പൂർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ വെച്ച് സുഖമായി ഉറങ്ങുകയാണ്. നമ്മളെ കൂടെ സുഖമായി ഉറങ്ങിയ ആളാണത്. പക്ഷെ പെട്ടെന്ന് രാത്രി ശ്വാസം മുട്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അടിക്കുന്ന സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ചു നേരം ഞാൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങിക്കൂടിയോ, കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും എന്നുള്ള അർത്ഥത്തിൽ പറയില്ല. എന്ത് ചെയ്യാണ് ഇതോട് ഇങ്ങനെ ആക്ഷനിൽ പറയാം. അപ്പൊ നമ്മള് ആലോചിച്ച് ഒരു പള്ളിയിൽ കുറച്ചു ആളുണ്ട്, അതിനോട് ഒരാളെ മാത്രം ഓക്സിജൻ കൂട്ടാൻ കഴിവുള്ള ആളാണ് ആരുമായി. നമ്മൾ വിചാരിക്കും അങ്ങനെ ഉണ്ടല്ലോ, എല്ലാവരും പഠനം പറ്റാ കാട്ടാന്നൊക്കെ. അങ്ങനൊന്നുമില്ല. ഓരോരുത്തരുടെ സിംഗിൾ എടുത്തിട്ട് പണിയെടുക്കാനും ആർക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ആലോചിക്കേണ്ടി പറഞ്ഞാൽ നമുക്ക് എന്തായാലും ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ടല്ലോ, ശ്വാസം തരുന്നുണ്ടല്ലോ, വെള്ളം തരുന്നുണ്ടല്ലോ, അതൊക്കെ തരുന്നില്ലേ. ഇനി അള്ളാഹിനോട് എന്താ അവകാശവാദം വരട്ടെ, അള്ളാഹ് തരുന്നൊക്കെ നമ്മൾ ക്ഷമിക്കുക. അള്ളാഹു താലയ്ക്ക് നല്ല വഴി തുറന്നു വരുന്നു പ്രതീക്ഷിക്കുക. യൂസുഫ് നബിക്ക് വഴി തുറന്ന മാതിരി ഇതൊക്കെ ബാഹ്യമായി നമുക്ക് ബുദ്ധിമുട്ട് തോന്നാണ്. പലപ്പോഴും നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടിന്റെ പിന്നിൽ വന്ന സുഖവും അനുഭവിക്കേണ്ട ആര് നമ്മൾ. പക്ഷെ പലപ്പോഴും ആ സുഖത്തുമായി നമ്മളെന്താക്കില്ല, നമ്മൾ മറന്നുപോവാണ് ഇതെന്താ അതിന്റെ പിന്നിലുള്ളത്. ഇതേപോലെ ഏതക്രമിക്കും ഒരു അന്ത്യം ഉണ്ടാവും. ഏതക്രമിക്കും ചില അക്രമത്തിന് കൊണ്ടുവരുന്ന തന്നെ അതിനായിരിക്കും. ഫിറോവനെങ്ങാനും അധികാരിയായിരുന്നില്ലെങ്കിലും അവൻ മുങ്ങി ചത്തിട്ടുണ്ടാവില്ല. ഫിറോനെ അധികാരിയാക്കി കൊണ്ടുവന്നു അക്രമത്തിന് അത്ര ടോപ്പിലെത്തിച്ചതും ഒക്കെ അവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേമാതിരി ചില നശിപ്പിക്കാൻ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ വലിയ ദമ്മ് അടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. ആ ദമ്മിൽപ്പെട്ടതാണെന്നാ തോന്നുന്നത് ഈ അബൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേജാറില്ല. നമ്മളിവിടെ ബേജാറായിരുന്നല്ലോ, ആ നാട്ടുകാർക്ക് തീരെ ബേജാറില്ല. കാരണം ഒരു ജനിച്ചിരുന്ന കുട്ടികൾ തന്നെ എന്താലോചിച്ചിട്ട് വരുന്നത്, എത്ര കൊല്ലങ്ങളായിട്ട് ഒരു വിട്ടുവീഴ്ചയില്ലാത്തൊരു ഒരു സമൂഹം. മറ്റുണ്ടല്ലോ ഒരു എന്തായാലും ഞമ്മക്കെങ്കിലും റാഹത്തായി ജീവിക്കാം. വെറുതെ എന്തിനായി മരിക്കണേ, എന്ത് വേണം സഖ്യത്തിന് നിൽക്കാൻ. ഈ ഈച്ചങ്ങളെന്ത് ചെയ്യൂല, ആലോചിക്കൂല. എന്തുകൊണ്ട് ആലോചിക്കൂല എന്നാൽ അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ട്, ആ പൊരിണ്ട്. ആ പൊരിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മളും ബാക്കിയുള്ളവരും ബറാബറല്ല. മലയാളികളും അല്ലെങ്കിൽ ഇന്ത്യക്കാരും ബാക്കിയുള്ളവരും ബറാബറല്ല. സൗദിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അറബികൾ എന്തല്ല നമ്മളെ പോലല്ല. നമ്മൾ എന്ന് പറഞ്ഞാൽ വേറെ ടൈപ്പാണ്. കാരണം നമ്മളെ സാവാസങ്ങളൊക്കെ വേറെയാണ്, ഓരോ സാവാസമൊക്കെ വേറെയാണ്. ഈ താവഴികൾ വലിയ താനാണല്ലോ. മടക്കുത്തുന്ന ഏക നാട് ചിലപ്പോൾ ഏതായിരിക്കും,
ഏതൊക്കെ നിങ്ങൾ ആലോചിച്ചു മടക്കുത്തുത്തിന്. അത് കാരണം നമ്മളെ വല്യാപ്പന്റെ കയ്യിലാട്ട് പോയാലും ഓലൊക്കെ എന്തിന്റെ ആൾക്കാരെ അങ്ങനെ ആ വഴികളായി വരുന്ന കുറെ സാധനം മുസ്ലിമായിട്ട് നമ്മളതിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. കുറ്റിച്ചിറയിലൊക്കെ മറ്റേ ഭാര്യ വീട് തിരിച്ചൊക്കെ വന്ന എവിടുന്നാണ്? ആ തറവാട് സിസ്റ്റത്തിൽ നിന്ന് വന്നാണ്. സിസ്റ്റങ്ങൾ മാറില്ല, കെലിമ മാത്രമേ മാറിയിട്ടുള്ളൂ. ഇതേപോലെ അവരുടെ ഈമാന്റെ കാര്യത്തിൽ നമ്മൾ സാധാരണ ഈ ഏറ്റവും മോശക്കാരനാ നിസ്കാരില്ലാത്തൊരു അറബിയാണെങ്കിലും ഓനോട് വർത്താനം പറഞ്ഞാൽ ഓൻ അള്ളാഹുവിലൊരു കാരണത്തിൽ എന്ത് ചെയ്യൂല, ഒരു മരിക്കുമ്പോഴൊക്കെയാണ് ഓല ഈമാൻ നമ്മൾ അറിയില്ല. ഇന്നല്ല അതൊക്കെ അള്ളാന്റെ ഭാഗത്തുനിന്നുള്ളതാണ്, ഇതൊക്കെ അള്ളാന്റെ ഭാഗത്തുനിന്നുള്ളതാണെന്ന് ഒരു കറക്റ്റ് പറയും. അവരെല്ലാ കാര്യത്തിലും കാറായിട്ട് ഇടിച്ചു, കാറായിട്ട് ഇടിച്ചാൽ എന്താ ഓരോ ആദ്യം വന്ന് അസ്സലാമു അലൈക്കും എന്താണ് നമ്മളാണ് ആദ്യം തുടങ്ങൽ തന്നെ. ഒരു ദിവസം അറുക നോട്ടുണ്ടാവും, ഇറങ്ങി വരുമ്പോൾ തന്നെ നോക്കിയും അങ്ങനെയൊക്കെ ഉണ്ട്. ഓരോ ദിവസം അസ്സലാമു അലൈക്കും പറയും, എന്താ പറ്റി വെച്ചൊന്നും പറ്റില്ല, അങ്ങോട്ട് പറ്റില്ല. പോലീസിനെ വിളിക്കാറ്, സുൽത്താനെ വിളിക്കാറിയും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഓനെ ചീത്തറിയാ, ഒച്ചപ്പാടും ബഹളൊക്കെ. ഒരു സലാം ഒരേത് കേസിന് വിളിച്ചാലും ഒരാള് പോലീസുകാരെന്നെ കൈയാട്ടിയാൽ ആദ്യം പറഞ്ഞാൽ എന്താണ്? അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. നമ്മൾക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു സമാധാനം. ഏത് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലുണ്ടോ? അതുകൊണ്ട് ദീനെന്നും ദീനാണ്. അതുകൊണ്ട് ബാത്തിലിന്റെ ശക്തികള് പൊന്തി വരും. വൈക്കോലൊക്കെ കത്തണമായി അന്ന് കണ്ടിട്ട് എന്താണ്ടാ പേടിച്ച് നെഞ്ചിലൊന്നാവണ്ട. അതിനൊക്കെ ഒരു വഴികളുണ്ടാവും. ചിലപ്പോ സ്വയം നാശത്തിന് തന്നെ ഉണ്ടാവും, തിരിതെളിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടം വരാനുള്ള ഒന്നും നഷ്ടം വരാനില്ല. ഓനക്ക് ജീവിക്കാനുള്ള സ്ഥലം പെടല്ല. എവിടെ അതുകൊണ്ട് അല്ലാഹു തആല പറയാണ്, വകം അഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർനിൻ ഹും അശദ്ദു മിൻഹും, അവരിൽ വലിയ ശക്തന്മാരായിരുന്നു. ബത്ഷൻ കയ്യൂക്കിൽ ഫനഖബു ഫിൽ ബിലാദ്, അവർ നാടുകളിൽ പരതി സഞ്ചരിച്ചു, കരണ്ടി നോക്കി. ഹൽ മിൻ മഹീസ്, രക്ഷപ്പെടാൻ എവിടെങ്കിലും മാർഗമുണ്ടോ? ഇന്ന ഫീ ദാലിക ലദിക്റ, നിശ്ചയമായും ഇതിൽ സ്മരണയുണ്ട്, ചിന്തിക്കാൻ വകയുണ്ട്. ലിമൻ കാന ലഹു ഖൽബുൻ, അല്ലാഹു പറയാണ് ലിമൻ കാന ലഹു ഖൽബുൻ, ഹൃദയമുള്ള ആളോടാണ് ഈ വർത്തനൊക്കെ. അള്ളാഹു ഉദ്ദേശിച്ച കൽബ് നമ്മളെ മറ്റേ കാർഡിയോളജി ഹാർട്ടല്ല, എന്താണ് അതെല്ലാവർക്കും ഉണ്ട്. അള്ളാഹു തആല അതിന്റെ ഉള്ളിലുള്ള സാധനത്തിനാണ് വിചാരിക്കുന്നത്. ഹൃദയത്തിന് കണ്ണുണ്ട്, ഹൃദയത്തിന് കേൾവിയുണ്ട്. മനസ്സിലായില്ലേ? വലാകിൻ തഅമൽ ഖുലൂബ് എന്ന് പറയുന്നു അല്ലാഹു. അവരുടെ ഹൃദയം എന്താണ്? കണ്ണോൽക്ക് കാണുന്നുണ്ട്, പക്ഷെ ഹൃദയത്തിന്റെ കണ്ണ് എന്തായി പോയിട്ടുണ്ട്. ഏതാണ് ആ പ്രയോഗം എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചു. ശാസ്ത്രത്തിനൊന്നും ആ പ്രയോഗം മനസ്സിലാവില്ല. ഇതേപോലെ പറയണേ ലിമൻ കാന ലഹു ഖൽബുൻ, ആർക്ക് ഹൃദയമുണ്ടോ, ഹൃദയമുള്ളവനെ ചിന്തിക്കാൻ കഴിയുള്ളൂ. ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവർക്കും ഹൃദയം ലഭിക്കും. ഹാർട്ട് പമ്പ് ചെയ്യുന്നേ, ബ്ലഡ് പമ്പ് ചെയ്യുന്നേ ഹൃദയം എല്ലാവർക്കും ഇല്ല, അതുണ്ട്. പക്ഷേ അള്ളാനെ അറിയുന്നൊരു ഹൃദയമുണ്ട്, ആ ഹൃദയമുള്ളവർക്ക്. അതാണ് പറയുന്നത് ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖസ് അംഅ വഹുവ ഷഹീദ്, അല്ലെങ്കിൽ ഒരു കാര്യം സന്നിധിയിൽ നിന്ന് എന്ന് വെച്ചാൽ സാക്ഷിയായി മുന്നിൽ നിന്നുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുന്ന ആൾക്കാർ. ഔ അൽഖസ് അംഅ വഹുവ ഷഹീദ്, ശരിക്ക് സാക്ഷിയായി ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകൾ. മനസ്സിലായില്ലേ? അത് വേറെ സാധനമാണ്. മനസ്സിലായില്ല? മനസ്സിലായില്ല? ഇപ്പത്തെ കാലത്ത് മനസ്സിലാക്കാന്നുള്ള വലിയ കാര്യമാണ്. ഔ അൽഖസ് അംഅ വഹുവ ഷഹീദ്, സാക്ഷിയായിട്ട് നേരിട്ട് കേൾക്കുക എന്നർത്ഥം. എന്നുവെച്ചാൽ ഖുർആൻ ക്ലാസ് നേരെ വന്നിട്ട് എന്താ സാക്ഷിയായി കേൾക്കുന്നതും കടക്കമ്മൽ തൽക്കാലൊക്കെ വെച്ചിട്ട് വാട്സപ്പിൽ വരുന്ന അത് ഇയർഫോണൊക്കെ വെച്ചിട്ട് കടചായ കുടിച്ച് അങ്ങനെ കേൾക്കുന്നതും വെച്ചെടുത്തിട്ട് ഞാൻ പറയില്ല, ആരും അല്ലാഹു പറയുന്നത് ഇതിനർത്ഥം അതാണ് ശരിക്ക്. അൽഖസ് ഇല്ലെങ്കിൽ കേട്ടവൻ എന്ന് പറഞ്ഞ പോലെ അൽഖസ് അംഅ വഹുവ ഷഹീദ് ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖസ് അംഅ വഹുവ ഷഹീദ്. മനസ്സിലായി? ഷഹീദ് എന്താ? പ്രസന്റ്, സാക്ഷിയാവുക. മനസ്സിലായില്ലേ? ആ സമക്ഷത്തിലുണ്ടാകുക, നേരിട്ട് കേൾക്കുക. സാക്ഷിയാകുക അതാണല്ലോ. നേരിട്ട് ആ സ്ഥലത്തുണ്ടായി നമ്മൾ സാക്ഷിയാണോ വെച്ചാൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നതാണല്ലോ നമ്മൾ പറയുന്നത്, ആണോ അല്ലേ?
ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നാണല്ലോ അത് പറയുന്നത്. ഈ സാക്ഷിയാണ്. ആരൊക്കെ സാക്ഷി ചോദിച്ചാൽ ഇജപ്പോ അവിടെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ അവിടെ ഉണ്ടായിരുന്നു, അത് സംഭവിക്കും ഞാനുണ്ട് എന്നാണല്ലോ അതിന്റെ അർത്ഥം. അത് തന്നെയാണ് ഇത് പറഞ്ഞത്. അൽഖസ്സമഅ, വെറും കേൾക്കലല്ല, സാക്ഷിയായി കേൾക്കുക എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിന്റെ മുന്നിൽ ചെവി തുറന്ന് ഹൃദയം തുറന്ന് കേൾക്കുക. ഈ സമയൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ സമയമല്ല, ഈ ചെവിയല്ല, പിന്നെ ഏതാണ്? ഹൃദയത്തിന്റെ ചെവിയാണ്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കല്ലൻആം. അവർ മൃഗങ്ങളെ പോലെ. മൃഗത്തിൽ കാനൊക്കെ ഉണ്ട്. ഏത്? ഹൃദയമുണ്ട്, തലച്ചോറുണ്ട്. അതിന്റെ യജമാനൊക്കെ ആർക്കറിയാം? വൈ ആനക്കൊക്കെ അതിന്റെ ആളറിയില്ലേ? ആന അതിന്റെ ആൾക്കാരറിയാം, നായക്ക് അതിന്റെ ആൾക്കാരറിയാം. ആർക്ക്? നായ നമ്മളൊക്കെ കണ്ടാൽ ചാടും, പക്ഷെ അയാൾ നിൽക്കുക പറഞ്ഞാല് അവിടെ നിൽക്കുക പറഞ്ഞാൽ അവിടെ നിൽക്കും. ആ മാല മനുഷ്യന്മാർക്കിനേക്കാളും സ്ട്രോങ് നിൽക്കും. ആര്? നായ. ആ നിൽക്കും. നമ്മളൊരു സ്ഥലത്ത് പോയി, മൊറോക്കോയിലൊരു സ്ഥലത്ത് നമ്മൾ താമസിക്കാൻ വേണ്ടി പോയപ്പോ അവിടെ ഒരു നായ ഉണ്ട്, ചെന്നൈ. അപ്പൊ ഞാൻ പറയാം, നായുണ്ട് ഇവിടെ നടക്കൂല. അപ്പൊ നിങ്ങൾ ബേജാറാവില്ല, അവൻ അറബിയല്ല. അപ്പൊ ഓൻ എന്ത് ചെയ്ത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അതിനെ കെട്ടിനി ആദ്യം. കെട്ടാൻ ചങ്ങലില്ല, എന്തുമില്ല, കൂടില്ല. മഫി മുസ്കിൽ എന്ന് പറഞ്ഞിട്ട് അതിനെ കൊണ്ടുപോയിട്ട് 2 ചെടികൾ ഇങ്ങനെ വെച്ചിന്. അതിന്റെ ബാക്കിലാക്കി അതിനെ കൊണ്ട് അവിടെ കടത്തി, കുട്ടികളൊക്കെ കിടക്കുന്നത് അവിടെ കിടത്തി. എന്നിട്ട് അതിനോട് പറയുന്നത് അവിടെ നിൽക്കുക. അതാണ് അങ്ങനെ അത്ര അനുസരണ നായ്ക്ക്. അതിന് അനുസരിച്ച ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ യജമാനൻ പറഞ്ഞ മനസ്സിലാണ്. അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മളെ എന്തൊക്കെ ചാടുകയാണ്. അതുകൊണ്ട് ഈ ചെവി ഉണ്ടാകുക, ബുദ്ധി ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാല് അള്ളാഹു ഉദ്ദേശിച്ച സാധനമല്ല. അള്ള പറഞ്ഞത് അവർക്ക് ചെവികളുണ്ട്, ഹൃദയങ്ങളും കുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്. ലാ യഫ്ഖഹൂന ബിഹാ, കാര്യങ്ങൾ എന്തായില്ല, മനസ്സിലായില്ല. വലഹും ആദാനും, അവർക്ക് ചെവികളുണ്ട്. ലാ യസ്മഊന ബിഹാ, കേൾക്കേണ്ടത് കേൾക്കേണ്ടമായി എന്ത് ചെയ്യില്ല, കേൾക്കില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, കണ്ണുണ്ട്, പക്ഷെ കാണേണ്ടത് കാണേണ്ട രീതിയിൽ കാണില്ല. ഇതേപോലെ അല്ലാഹു പറയാണ്, ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖസ്സമ വഹുവ ഷഹീദ്, അവൻ സാക്ഷിയായതിൽ കാത് തുറന്ന് കേൾക്കുക. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത്? നിങ്ങൾ അടുത്തേക്കിരിക്കി, നിങ്ങൾ ചേർന്നിരിക്കി, ശ്രദ്ധിച്ച് കേൾക്കുക. എപ്പോഴും ശ്രദ്ധിച്ചു നോക്കേണ്ടി. ഗഫ്ലത്തിൽ ഇങ്ങനെ ഞാനൊരു പള്ളിയിൽ ഒരു റമദാന് ഒരു 5-6 കൊല്ലം നിർബന്ധിച്ചപ്പോ ഞാൻ ആ പള്ളിയിൽ പോയതാണ്. അതൊരു ഒരു ടീമിന്റെ പള്ളിയാണ്. അപ്പൊ ഞാൻ അയാളുമായിട്ട് ഭയങ്കര പേഴ്സണൽ ബന്ധമുള്ളതുകൊണ്ട് അയാൾ നിർബന്ധിച്ചപ്പോ ഞാൻ ഒരു ദിവസം പാസ് ചെയ്ത് പോകുമ്പോൾ എന്നായിക്കോട്ടെ ഞാൻ ഏതെങ്കിലും വക്തിന് വരേണ്ടത് തന്നെ. അങ്ങനെ റമദാൻ കുറെ കൊല്ലം മുമ്പ്. അപ്പൊ ഉണ്ട് ആൾക്കാർ, ആകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ഒരു 50 ആൾക്കാരുണ്ട് ഇതേമാതിരി പള്ളി. അങ്ങനെ ഇരിക്കണി സെൻട്രൽ ഒരു മൈക്കും, ഞാൻ എന്തോ ഇവിടെ കഥാകളിയോ അല്ലെങ്കിൽ എന്തോ പരിപാടി നടത്താൻ വേണ്ടിട്ട് ഉള്ള മാതിരി എനിക്കിങ്ങനെ ഫീൽ ചെയ്യാം. ഞാൻ നടുക്ക് ഇങ്ങനെ കസായിട്ട് ഇങ്ങനെ എന്താ എല്ലാവരും ചെയ്യുന്ന എന്തൊക്കെയോ അതിന്റെ കഥ. ഞാൻ അങ്ങനെ ഇരുന്ന് അമ്പതൊക്കെ ചെല്ലി നോക്കി, ഒരു രക്ഷയില്ല. എനിക്കൊന്നും പറയാനും പറ്റില്ല, എനിക്ക് ഇവരോടൊന്നും പറയാനും കഴിയില്ല. ഞാൻ അവരോട് പറഞ്ഞു, നല്ല മട്ടത്തിനുണ്ട്, നിങ്ങളൊന്നും ഇങ്ങോട്ട് ഇരിക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ നോക്കാം. അല്ലാണ്ട് ഈ ഗഫ്ലത്തിൽ ഇരിക്കുന്ന മനുഷ്യരാണ്, മനസ്സിലായില്ലേ? അങ്ങനെ ഇരിക്കും. കുറച്ച് ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോകും. ഞാൻ അവരോട് പറഞ്ഞു, പക്ഷെ ആ പള്ളിയിലെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവിക്കും ഓലെന്ത് ഞാൻ അവരോട് പറഞ്ഞു, ഇത് എനിക്ക് വേണ്ടി ഇരിക്കേണ്ടതല്ല, ഏതാള് ദീൻ പറയാൻ വന്നാലും അത് ഇരുന്ന് കൊടുക്കേണ്ടത്. അങ്ങനെ ചേർന്നിരുന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലെങ്കിൽ പിന്നെ ഒരു പാട്ടൊക്കെ കേൾക്കണമാതിരി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കേൾക്കണമാതിരിയുള്ള അവസ്ഥ ഉണ്ടാകുക. കേൾവിന്റെ ഹൈസിയത്ത്, അതിന്റെ അവസ്ഥക്ക് തന്നെ വ്യത്യാസം ഉണ്ടാവില്ലേ? ഉണ്ടാവും. നമ്മളൊരിക്കലും ബംഗ്ലാദേശ് ഇസ്തിമക്ക് പോയി 2000 നമുക്ക് ഓർമ്മ. ഒരു അരീക്കോട് എന്നുള്ള ഒരു പയ്യുണ്ട്, ഒരു ചെറുപ്പക്കാരൻ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്? ഞാൻ 16 അവനെ കണ്ടു. അരീക്കോട് ഒരു ചെറുപ്പക്കാരൻ ക്ലീൻ അവൻ ഊന് ജമാഅത്തിനും പോയില്ല, ഒന്നും പോയില്ല. എന്നിട്ട് ആ ബയാൻ ഇങ്ങനെ കേട്ടിട്ട് ഓന് മര്യാദ എന്തും അറിയില്ല. എന്നിട്ട് താരിഖ് ജമീൽ മൗലാന ബയാൻ ചെയ്യുമ്പോൾ ഭയങ്കര ഭയങ്കര ഇതില് ഇയാൾ നമുക്ക് ഇന്ത്യക്ക് കൊണ്ടുപോകണം എന്നോട് വരെ. ഓനക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ മൂപ്പര ആക്ഷൻ, മൂപ്പര സംസാരം, മൂപ്പര രീതി, അതിന് ആൾക്കാർ ഉൾക്കൊള്ളുന്ന ഭാഷ അറിയുന്ന ആൾക്കാർ വേഷം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ അതിൻ്റെതൊക്കെ കേട്ടിട്ട് അവനക്ക് മനസ്സിലായമായി. നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ? ഒരു കാര്യം ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് ഇനിയിപ്പോ വരെ കുത്തിർന്നിട്ട് നല്ല കടലൊക്കെ തിന്നിട്ട് ഇങ്ങനെ കേൾക്കാന്ന് വിചാരിച്ചോളി, നമ്മൾ ഈ കാട്ടുന്ന ആക്ഷനോ നമ്മളെ മുഖത്തിന്റെ ഭാവോ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ സദസ്സിന്റെ അവസ്ഥയൊന്നും ആരറിയില്ല.
ആരറിയില്ല? അവർക്കറിയില്ല, നിനക്കറിയില്ല. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ സഹാസങ്ങളുടെ മുഖം വിവർണായി. ഹദീസിലുണ്ടാവും തഗയ്യറ ലൗനു, തങ്ങളുടെ മുഖം വിവർണായി. വിവർണായത് ഇതിൽ കാണൂല, ഇതിൽ കാണൂലല്ലോ. ഇതാണ് ഈ പറഞ്ഞത് എന്ന് പറഞ്ഞത്. അവിടെ നമ്മളെപ്പോഴും ഇന്നത്തെ ദീൻ മുഴുവൻ അതിലേക്ക് പോവാണ് കേട്ടോ. ഫത്വി അങ്ങനെയാണ്, കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാക്കണം, അതിലൂടെയാണ്. അതിന്റെ കഥ എന്താന്നുള്ളത് വേറെയാണ്. ഈ ഇരിക്കണ എല്ലാവർക്കും പറയാം. എന്ത് ഒരു ചാനലിലാക്കി അങ്ങനെ പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ ഏതാണെന്ന് ചോദിക്കാനും കൂടി പറ്റില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ നാടുമാണ് ഇത്. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞാൽ എനിക്കെന്താന്ന് ചോദിച്ചാൽ ഒന്നും അതിന് മറുപടി ഒന്നുമില്ല. അതുകൊണ്ട് അതൊന്നും കേട്ട് ഹൃദയങ്ങളെ മലീമസമാക്കരുത്. ഞങ്ങളോട് പറഞ്ഞു മുമ്പുള്ള ഈമാനും കൂടി എന്തുണ്ടാവില്ല, തെറ്റിദ്ധാരണകൾ ഉണ്ടാവും, പല മസ്തകളിൽ പ്രശ്നങ്ങളുണ്ടാവും. ഓരോരുത്തർക്കും അവരവർക്ക് തോന്നിയ രീതിയിൽ ബുദ്ധിനെ ലോജിക്കിനൊക്കെ വെച്ചിട്ടാണ് പല മസലകളും ആൾക്കാർ പറയാൻ. അതുകൊണ്ട് കേൾക്കാൻ ഇൽമിന്റെ രീതി എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സൽമാൻ റളിയല്ലാഹു അൻഹു റിവായത്തിൽ ഹദീസാണ് തോന്നുന്നത്, ഉമർ റളിയല്ലാഹു അൻഹു റിവായത്തിൽ നിന്ന് ഒരു ഹദീസുണ്ട്. ഞങ്ങൾ നബിതങ്ങൾ സഹാസൻ ഞങ്ങൾ അടുക്കൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഒരാൾ വന്നു, ഷദീദു ബയാദു സിയാബ്, നല്ല വെള്ള വസ്ത്രം ധരിച്ച ആളാണ്. ലാ യുറാ അലൈഹി അസറു സഫർ, എന്നാ യാത്രന്റെ അടയാളം അയാളിൽ കാണില്ല. വലാ യഅരിഫു മിന്ന, ഞങ്ങളിൽ നിന്ന് ആരും അയാളെന്ത് ചെയ്യില്ല, അറിയണമില്ല. അങ്ങനൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസുണ്ട്, നീണ്ടായി. നബിതങ്ങൾ സഹാസങ്ങളോട് ചോദിച്ചു ഇസ്ലാമിനെ കുറിച്ചും ഈമാനെ കുറിച്ചും ഇഹ്സാനിനെ കുറിച്ചും ഖിയാമത്ത് എപ്പോഴാണ് ഉണ്ടാകുക എന്നൊക്കെ പോയി ഒമാ അശ്റാത്തു, അതിന്റെ അടയാളങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചു. അതിനൊക്കെ മറുപടിയൊക്കെ പറഞ്ഞു പോയപ്പോഴാണ് നബിതങ്ങൾ സഹാസങ്ങൾ ഇയാളങ്ങൾ ആലോചിച്ചു. അവര് നമുക്കറിയില്ല, ഇയാളാണെങ്കിൽ യാത്രക്കാരനല്ലതാണ്, ആ വെള്ള വസ്ത്രമാണ്, എന്നാ ഇയാൾ നമ്മൾ അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നബിതങ്ങൾ സഹാസങ്ങൾ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം നിങ്ങൾക്ക് നിങ്ങളെ ദീനിനെ പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ആ ഹദീസിലുണ്ട് അദ്ദേഹത്തിന്റെ മുട്ടിനെ നബിതങ്ങൾ സഹാസങ്ങളെ മുട്ടിനോട് ചേർത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, പഠിച്ചത്. എങ്ങനെയാണ് ദീൻ പഠിക്കേണ്ടത് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരാൻ വന്നതാണ്. നമുക്ക് പഠിപ്പിച്ചു തരാം. നല്ല വസ്ത്രം ധരിച്ച് നല്ല മട്ടത്തിന് വന്നിരുന്ന് അങ്ങനെ കേൾക്കേണ്ട സാധനമാണിത്. അതിലാണ് നൂറുണ്ടാകുക. മറ്റേ മാലൂമാത്ത് ഉണ്ടാവും. മാലൂമാത്ത് പറഞ്ഞാൽ ഭൗതികതയിൽ നമുക്ക് പറഞ്ഞുതരാൻ മനസ്സിലാക്കാൻ പറ്റില്ല, ആഖിറത്തിന്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഭൗതികതയിൽ ഒരു കാര്യം മനസ്സിലായി. ഇപ്പം എങ്ങനെയാണ് മൈക്ക് റിപ്പയർ ചെയ്യുന്നത് പഠിച്ചാൽ മൈക്ക് റിപ്പയർ ചെയ്യൽ തന്നെയാണ്. അതിന് ആത്മീയതൊന്നുമില്ല, ഏതിന് റിപ്പയറിങ്. പക്ഷെ ദീനിൽ അതുണ്ട്. ഒരു കാര്യത്തിന്റെ മാലും ഹദീസുകളൊക്കെ നമുക്കറിയാത്ത ഹദീസുകൾ നിരീശ്വരവാദിയൊക്കെ അറിയാം. കാരണം എവിടെയാണ് ഇതുള്ളത് നോക്കിയിട്ട് പഠിച്ച് നടക്കുകയാണ്. എവിടെ കുറവുകളിൽ നിന്നൊക്കെ കണ്ടെത്തി എങ്ങനെ ഈ ചങ്ങായിമാർക്ക് ഇതൊക്കെ കിട്ടുന്നത് തോന്നുന്നു നമുക്ക്. കാരണം നമ്മളൊന്നും തലയിൽ കയറാത്ത ഹദീസുകളൊക്കെയാണ് ബലിയെടുത്ത് പൊന്തിച്ച് പൊക്കിയോ വലിച്ച് എടുത്തു കൊണ്ടുവരുന്നത്. അതെന്താണെന്നാ അത് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ അത് കിട്ടും. മാർക്കറ്റിൽ അതൊക്കെ ഉണ്ടാവും. വലിയ പാണ്ഡിത്യമൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, ഖുറാനെ പറ്റിയൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഓർക്ക് ആ ഖുറാൻ ഹിദായത്തിലാവില്ല. കാരണം എന്താ പറഞ്ഞാൽ അതിന്റെ വെളിച്ചം തെരഞ്ഞിട്ടില്ല, ഹൃദയത്തിൽ ഇറങ്ങിയിട്ടില്ല. മാലൂമാത്ത് ഉണ്ടാവും, തർക്കിക്കാനും വിതർക്കിക്കാനും ലേഖനങ്ങൾ എഴുതാനും അതിനൊക്കെ ഉണ്ടാവും. ഇസ്ലാമിനെ പറ്റി വമ്പ ലേഖനം എഴുതിയ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കെലിമില്ലാതെ മരിച്ചില്ല. നമ്മൾ ഇതിനേക്കാളും കൂടുതൽ എഴുതിയില്ലേ. എന്താ അതിനോട് കാര്യം? ആ പറഞ്ഞ കാര്യം അയാളുടെ ഉള്ളിൽ മര്യാദയ്ക്ക് ഇറങ്ങിയില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? എന്ത് ചെയ്തിട്ടുണ്ടാവും? അയാൾ കെലിമല്ലിട്ടുണ്ടാവും. കെലിമല്ലൂല. മനസ്സിലായില്ല? എനിക്ക് അറിവല്ല ഇത് വേറെ പ്രകാശാണ്. ഹിദായത്ത് പ്രകാശാണ്. അപ്പൊ അത് കിട്ടാനുള്ള സിസ്റ്റാണ് നബിതങ്ങൾ ഞങ്ങളും സഹാബാക്കളും പഠിച്ച തരീഖയിലൂടെ അത് പഠിക്കാം. അതന്നെയാണ് അതിന്റെ വഴി. സുഹബത്തിലൂടെയാണ് ദീനുണ്ടായത്, കിതാബിലൂടെ അല്ല. കിതാബൊക്കെ പിന്നീട് നമ്മളെ ആവശ്യത്തിന് എന്ത് ചെയ്തതാണ്. നമ്മളെ ബുദ്ധിക്കുറവും നമ്മളെ ഓർമ്മക്കുറവും നമ്മളെ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടാണ് എന്ത് കിതാബുകളൊക്കെ വന്നത്. അല്ലാതെ സഹാബാക്കൾ കിതാബ് വെച്ചിട്ടല്ല. സുബഹി മുതൽ 9 വരെ നബിതങ്ങളുടെ ഹദീസിന്റെ ക്ലാസ് ഉണ്ടാവും. പിന്നെ ദൂറിന് ശേഷം ഖുർആൻ ക്ലാസ് ഉണ്ടാവും. ആരുടെ? നബിതങ്ങൾക്ക് അതുങ്ങൾക്ക് മദീനയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനൊന്നും ഇല്ലല്ലോ. നബിതങ്ങൾക്ക് അതുങ്ങൾ ഇങ്ങനെ കൊണ്ടെടുക്കരുത്. സഹാബാക്കളെ ഒരു ഹദീസ് ഇറങ്ങി, ഒരാഴ്ച ഇറങ്ങി, അതപ്പോ ഓരോട് പറഞ്ഞു. അപ്പൊ കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർ എന്ത് പഠിക്കും? ഒരു യാത്രയെ പഠിക്കും, അങ്ങോട്ട് പഠിക്കും, ഇങ്ങോട്ട് പഠിക്കും. മനസ്സിലുണ്ടോ? അല്ലാണ്ട് എങ്ങനെ പഠിക്കുക? പക്ഷെ ഒരു പഠിക്കുന്നതൊക്കെ എന്തുണ്ട്? ഒരമലുകളിലുണ്ട്, ഒരു ജീവിതങ്ങളിലുണ്ട്. നമ്മളിപ്പോഴും എൽമിനെ തൂക്കുന്നത് മെമ്മറിനെയാണ്.
ഇൽമ അമലാണ് സത്യത്തിൽ. ഒരാൾക്ക് ഇൽമുണ്ടോ വെച്ചാൽ അമലാണെന്നുണ്ടെങ്കിലാണ് അയാൾക്ക് എന്തുള്ളത് ഇൽമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം മാലൂമാത്തുള്ള ഇനി ഇൽമെന്ന് പറയാൻ പറ്റില്ല. അതെല്ലാവരിലും ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും ചെയ്യും. മൃഗങ്ങൾക്കാരുണ്ടാവും. പക്ഷെ അത് നൂറാണ്. وقال العلم نور الله حق ونور الله لا يعطى لعاصي. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വഖീ അദ്ദേഹത്തിന്റെ ഉസ്താദിനോട് പറഞ്ഞു, ശകൗതു ഇലാ വഖീൻ സുഅഹിഫി ഫഔസാനി ബിതർകിൽ മആസി وقال العلم نور الله حق ونور الله لا يعطى لعاصي. ഞാൻ എനിക്ക് ഓർമ്മക്കുറവുണ്ടെന്ന് പറഞ്ഞാര് ആരുമായി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിക്ക് എത്രാമത്തെ വയസ്സിൽ ആഫ്ലൈനാണ്? 7ാമത്തെ വയസ്സിൽ ആഫ്ലൈൻ. നമ്മളെ ഓർമ്മക്കുറവല്ലേ, മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് അതിബുദ്ധിയായിരുന്നു. ഉസ്താദ്മാർ ഉണ്ടാകുമ്പോൾ തന്നെ മസല എന്ന ആളാണ് ആര് പക്ഷെ അദ്ദേഹം പറയാണ് ഞാൻ എനിക്ക് ഓർമ്മക്കുറവുണ്ടെന്ന് ഉസ്താദിനോട് പറഞ്ഞു. ഉസ്താദ് എന്താ പറഞ്ഞാല് ഫൗസാനി ബി തെർക്കിൽ മാസി, പാപങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. ആരോട്? ഇമാം ഷാഫിനോട്. ആലോചിച്ചു, നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യമാണിത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിനോട് പാപങ്ങൾ ഉപേക്ഷിക്കാനാണ് ഉസ്താദ് പറഞ്ഞത്. എന്തിന്? ഇന്ന് ആൾക്കാർക്ക് ഓർമ്മക്കുറവ് വേഗം വരുന്നുണ്ട്. കാരണം പാപങ്ങളിൽ നിന്ന് എന്തായില്ല, പാപങ്ങളിൽ ഓർമ്മക്കുറവ് ഉണ്ടാക്കുന്ന അർത്ഥം മനസ്സിലായിട്ടുണ്ടെങ്കിൽ പാപങ്ങൾ സാധാ സീത ആൾക്കാർക്ക് എന്തുണ്ടായിട്ടുണ്ട്, ഓർമ്മക്കുറവുണ്ടായിട്ടുണ്ട്, ഭയങ്കര ഓർമ്മക്കുറവുണ്ടായിട്ടുണ്ട്. നമ്മളതിന് വേറെ അസുഖത്തിന്റെ പേരൊക്കെ പറയണേ അല്ലേ? ഓർമ്മക്കുറവുള്ള ഒരു അസുഖം പറയാ, അതിന്റെ ഒരു ഭാഗമാണ് എന്നൊക്കെ പറയും. അല്ലല്ല, നല്ല പോലെ ഖുർആൻ ഓതുന്ന പഴയ കാലത്ത് തഖ്വയിൽ ജീവിച്ച ആൾക്കാർ വയസ്സായാലും അവർക്ക് ഒരു ഓർമ്മക്കുറവും നടക്കാൻ ചിലപ്പോൾ കയ്യുണ്ടാവില്ല. പക്ഷെ എന്തുണ്ടാവില്ല, ഓർമ്മക്കൊരു കുറവുണ്ടാവില്ല. നമുക്ക് ഭയങ്കര മർദ്ദിയാണ്. നമ്മളൊരു കാര്യത്തിന് പോയി ആ കാര്യം എന്തായി പോവാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയേണ്ട വലിയൊരു കാര്യം എന്താണെന്നാ, പാപങ്ങൾ ചെയ്താൽ ഓർമ്മ എന്താവും, ഓർമ്മ കുറയും. പാപങ്ങൾ ചെയ്താൽ ഓർമ്മ കുറയും. അതുകൊണ്ട് ഷാഫി റഹ്മത്തുള്ളാഹിനോട് ഉസ്താദ് പറഞ്ഞു പാപങ്ങൾ ഉപേക്ഷിക്കണം. എന്നിട്ട് പറഞ്ഞു വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖുൻ, ഇൽമു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഒരു നൂറാണ്, ഒരു പ്രകാശമാണ്. വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി, പാപം ചെയ്യുന്നവർക്ക് ആ നൂറ് കൊടുക്കൂല. മനസ്സിലായില്ല? പാപം ചെയ്യുന്ന ആൾക്കാർ നൂറുണ്ടാവില്ല, ആ മാലൂം ഉണ്ടാവും. എന്തുണ്ടാവില്ല? അതിന്റെ നൂറുണ്ടാവില്ല, അതിന്റെ ഇതുണ്ടാവില്ല. പഴയ കാലത്തൊക്കെ ഈ മറ്റേതുണ്ടാവുമല്ലോ, എന്ത് കാർഡൊക്കെ കയറ്റലാണല്ലോ. നമ്മളിങ്ങനെ പൈസനോടൊക്കെ ഇങ്ങനെ ചേർന്നിട്ട് ആ നമ്പറൊക്കെ അടിച്ചിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്യല്, ജയില്. അതിന്റെ കാർഡ് കിട്ടി, ഏത് ചുരണ്ടി കളഞ്ഞ കാർഡ് തന്നെയാണ്, ആ നമ്പറും ഉണ്ട്. പക്ഷെ എന്തില്ല, അതിന്റെ ആ ചാർജ് പോയി, അത് വേറെ ആൾ കയറ്റി പോയി. ഇതുണ്ടായി ഇതേമാതിരി ആ സാധനം പാരല്ലേ, ആ കാർഡുകൾ കുറെ ഉണ്ട് നമ്മളിൽ. മനസ്സിലായില്ലേ? ഇതിൽ 1000 രൂപയുടെ റീചാർജ് കൂപ്പൺ ഉണ്ട് എന്ന് പറയുന്നത് സംഗതി. അതിന്റെ അതൊക്കെ എന്തായിരുന്നു. ഇതുപോലെ 100 പോയാൽ പിന്നെ മാലൂം ഉണ്ടായിട്ട് മാലൂമാത്തുണ്ടായിട്ട് കാര്യമില്ല. 100 ഉണ്ടാണെങ്കിൽ പാപം ചെയ്ത ആൾക്കാരുണ്ടാവില്ല. പാപം ചെയ്തവർക്ക് ആ പ്രകാശം അല്ലാഹു കൊടുക്കില്ല. അപ്പൊ നമ്മൾ എത്രത്തോളം പാപം ചെയ്യുന്നുണ്ടോ അത്രത്തോളം ഇൽമിന്റെ പ്രകാശം നമ്മളിൽ നിന്ന് എന്താവും, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതിന്റെ തെളിവുകളാണെന്ന് ലോകത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പ്രകാശം കിട്ടില്ല. ആ പ്രകാശം വളരെ, നമ്മൾ ഇൽമിനെ മാലൂമാത്താണെന്ന് മനസ്സിലാക്കരുത്. കുറെ ആയത്ത് വാരി എറിയാൻ അറിയും, കുറെ ഹദീസുകൾ സമർപ്പിക്കാൻ അറിയും, തർക്കിക്കാൻ അറിയും, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ അറിയും. ഒന്നല്ല ഇതിന്റെ കാര്യം, അമലുണ്ടോ എന്നുള്ളതാണ് അസൽ കാര്യം. ഇൽമിനെ ഉലമാക്കൾ അമലായിട്ടാണ് വ്യാഖ്യാനിച്ചത്. ഒരാൾ നബി തങ്ങൾ ഞങ്ങളോട് ചോദിച്ചു, ഞാൻ ജനങ്ങളിൽ ഏറ്റവും ആലമുന്നാസാവാൻ ഞാൻ വിചാരിക്കുന്നു, ജനങ്ങളിൽ ഏറ്റവും അറിവുള്ള ആളാവോ വിചാരിക്കുന്നത്. നബി തങ്ങൾ ഞങ്ങൾ ഒറ്റ മറുപടി പറഞ്ഞു, നീ തഖ്വ ഉണ്ടാക്കി, നീ ജനങ്ങളിൽ ഏറ്റവും വലിയ അറിവുള്ള ആളാണ്. തഖ്വന്റെ അളവനുസരിച്ചാണ് ഇൽമിന്റെ അളവ്, തഖ്വന്റെ അളവനുസരിച്ച്. അതുകൊണ്ട് നമ്മളിൽ ഇൽമ് എന്ന് പറഞ്ഞാൽ അമലാണ്. അതിന് പാപങ്ങൾ ഒഴിവാക്കണം, അതിന്റെ മാഹൂൽ ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞു, സഹവാസത്തിലൂടെയാണ് സഹാബാക്കൾ ഇൽമുണ്ടാക്കിയത്. നമ്മളിന്ന് സഹവസിക്കാതെയാണ് എന്തുണ്ടാക്കുന്നത്, ഇൽമുണ്ടാക്കുന്നത്. സഹവാസല്ല. ഈ മൊബൈൽ സെറ്റിനോട് സഹവസിച്ചാൽ എന്ത് ഇൽമുണ്ടാകുക?
ഒരു ഉസ്താദിന്റെ അടുത്ത് ഉണ്ടാവുമ്പോൾ നമ്മളെ അതവ് കേടുകൾ, നമ്മളെ കുറവുകളൊക്കെ നമ്മൾ എന്താക്കി തരും. നിങ്ങളൊറ്റ കാലം ചെയ്തൊരു കുട്ടി മദ്രസയിൽ പോയി പഠിക്കുന്നതും വീട്ടിൽ നിന്ന് പഠിക്കുന്നതായിട്ട് തന്നെ എന്തുണ്ട് വ്യത്യാസം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രയാസത്തിൽ ബുദ്ധിമുട്ടിലൊക്കെ ഉള്ള ആളുകളെ കണ്ടാൽ ചെല്ലാനുള്ള ഒരു ദുആ. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല. ദുആ നിങ്ങൾക്ക് നാം പിന്നെ കാര്യമായിട്ട് പഠിക്കണം. നമുക്കറിയില്ലല്ലേ പഠിക്കണത്. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി എന്ന് വെച്ചാൽ പ്രയാസങ്ങളുള്ള ആൾക്കാർ. ഒരാൾ കാല് പൊട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരാളെ പിന്നെ രോഗം ബാധിച്ചിട്ടുണ്ട്, ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടുണ്ട്. ഇതേമാതിരി ആംബുലൻസുകളുടെ പോക്കുകൾ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് പോവുക, പ്രയാസത്തിന്റെ പോക്കാണത്. അതൊക്കെ കാണുമ്പോൾ ഈ ദുആ ചൊല്ലാം. ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ കാണുമ്പോൾ അയാൾ കേൾക്കാതെ ചൊല്ലണം. അയാൾ കേൾക്കാതെ മനസ്സിൽ അൽഹംദുലില്ലാ, അല്ലാഹുവാണ് സർവ്വസ്തുതിയും, അല്ലദീ ആഫാനി, അവൻ നമുക്ക് എന്ത് തന്നു ആഫിയപ്പം. ആ സൗണ്ട് പോയില്ലേ, അതിലിരിക്കുന്ന ആള് അല്ലെങ്കിൽ അതിന്റെ ബാക്കിലുള്ള ആളൊക്കെ എന്തായിരിക്കും ഒരു ബേജാറിലേക്കല്ല ഉണ്ടാവുക. അല്ലെങ്കിൽ അത്ര സൗണ്ട് ഇട്ടിട്ട് വെള്ളം ഉണ്ടാക്കിയിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ, ഓർക്കൊരു വിഷമം ഉണ്ടാവും. അപ്പൊ അതൊന്ന് നമ്മളെന്താക്കി, നമ്മളിപ്പോ ഇവിടെ റാഹത്തിലിരിക്കാണ്. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി, നീ അദ്ദേഹത്തെ പരീക്ഷിച്ചതിൽ നിന്ന് എനിക്കെന്ത് തന്നു, ആഫിയത്ത് തന്നു. വഫദ്ദലനി, എന്നെ ശ്രേഷ്ഠനാക്കുകയും ചെയ്തു. മിമ്മൻ ഖലഖ തഫ്ദീല, നീ സൃഷ്ടിച്ച പല സൃഷ്ടികളുണ്ടല്ലോ അല്ലാഹു, പല മനുഷ്യരുണ്ട്, അതിലൊക്കെ നീ എന്നെ എന്താക്കി, നീ എന്നെ ശ്രേഷ്ഠനാക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരാൾ ദുആ ചെയ്താൽ ആ ഒരു അവസ്ഥയിൽ ഒരിക്കലും അല്ലാഹു അയാളെ എത്തിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? ഈ ദുആ നിങ്ങൾ പഠിക്കണം. മനസ്സിലായില്ലേ? ബുദ്ധിമുട്ടിലകപ്പെട്ടവനൊക്കെ കാണുമ്പോൾ ഇതൊരിക്കലും അവരെ കേൾക്കെന്ത് ചെയ്യരുത്, ചെല്ലാൻ പാടില്ല. നമ്മളെ മനസ്സിൽ ചെല്ലണം. രോഗിനെ കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ കടത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾ, പ്രയാസം കുടുങ്ങിയ ആൾക്കാരുണ്ടല്ലോ, അപ്പൊക്കെ നമ്മളെ ഹൃദയത്തിന് ഇത് സത്യത്തിൽ അല്ലാഹുക്കുള്ള എന്തും കൂടിയാണ്, ഒരു നന്നും കൂടിയാണ്. അൽഹംദുലില്ലാഹ്. ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ചെറുതല്ലല്ലോ. ഇപ്പൊ നമ്മളിപ്പം സൗണ്ട് ഇട്ട് പോയി, നമ്മളിവിടെ റാഹത്തിലിരിക്കുകയാണ്, നമുക്കൊരു ശല്യമായിട്ടാണ് ആ സൗണ്ട് തോന്നിയത്. എന്നൊക്കെ തോന്നുന്നു. സത്യം ഏഷ് അല്ല, അതൊരു വിഷമിച്ചാള്. അതിപ്പോ ചിലപ്പോ നമ്മളമ്മാവാം, നമ്മളെ വാപ്പാവാം, നമ്മളാവാം, നമ്മളെ ജ്യേഷ്ഠനാവാം, നമ്മളെ അഞ്ചനാവാം, നമ്മളെ കൂട്ടുകാരനാവാം, നമ്മളൊരിക്കലും ആ വണ്ടിയിൽ പോവാം വേറുള്ള ആളെ കൂടെ. അപ്പൊ ഒക്കെ ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പൊ ഒരു വണ്ടി സത്യത്തിൽ നമ്മൾ പറയും ആംബുലൻസിന്റെ സൗണ്ടായിട്ട് നമ്മൾ സൈഡാക്കി കൊടുക്കണം എന്നൊക്കെ പറയാം. അതൊരു വാക്കല്ല സത്യത്തിൽ. നമ്മളൊക്കെ വിചാരിക്കൂലേ, ഇപ്പൊ നമ്മൾ ഒരാളെ കൊണ്ട് പോകുമ്പോൾ ഒരു വണ്ടി അടങ്ങാറ് വിളിച്ചാൽ നമുക്ക് അതിന്റെ മുന്നിൽ അടങ്ങാറുണ്ടാവില്ലോ. സംഗതിയൊക്കെ തീരുമാനങ്ങളാണ് എന്താവുന്നത്, നടപ്പിലാവുന്നതെങ്കിലും. അപ്പം ഇങ്ങനത്തെ രംഗങ്ങളിൽ നമ്മൾ ചെല്ലേണ്ട ദുആണിത്. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല. രോഗിനെ സന്ദർശിക്കാൻ പോകുമ്പോഴും, അല്ലെങ്കിൽ കടലുള്ള ഒരാൾ നമ്മളോട് അങ്ങനെ കടത്തിന്റെ ബുദ്ധിമുട്ട് പറയുമ്പോഴും, അല്ലെങ്കിൽ വേറൊക്കെ പഴയ കോലത്തിൽ ഇപ്പം മക്കള് അള്ളാഹ്ക്കട്ടെ കഞ്ചാവിനൊക്കെ വിധേയരായി ഒരു ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആൾക്കാരുണ്ടാവും. അപ്പൊ അതിന്റെയൊക്കെ വാർത്ത കേൾക്കുമ്പോൾ നമ്മള് ഹൃദയവേദനയോടുകൂടി ഇത് പറയാം. കാരണം നമുക്ക് വരുമ്പോണ്ടാകുന്ന ഒരു അവസ്ഥ വേറല്ലേ. അതുകൊണ്ട് ഈ ദുആ പഠിക്കണം. പഠിക്കോ? അങ്ങനെ കുറെ പഠിക്കാൻ പറഞ്ഞു. ഒക്കെ നിങ്ങൾ പഠിച്ചിനോ? അതുകൊണ്ട് ഞാൻ ഈ പഠിക്കണം എന്ന് പറഞ്ഞത് എന്തിനാണ് പറഞ്ഞാൽ, എനിക്ക് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനുള്ള വകുപ്പില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇതൊരു ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, ഒരാവശ്യമെന്ന് മനസ്സിലാക്കിയിട്ട്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവനത് കറക്റ്റ് ചൊല്ലും. അങ്ങനെ അവനക്ക് ഷുഗർ ഉണ്ടായി, അവന്റെ ഉമ്മാക്ക് ഷുഗർ ഉണ്ടായിട്ട് ഇങ്ങനെ വന്ന് കിഡ്നിയൊക്കെ പോയിട്ട് ആണ് ഉമ്മ മരിച്ചത്. അപ്പൊ ഇവനക്ക് ഷുഗർ വന്നു. അങ്ങനെ വന്ന് ക്രിയേറ്റിനൊക്കെ കൂടി. അപ്പൊ ഇവനോട് പറഞ്ഞാല് അങ്ങനെ പറഞ്ഞ കേൾക്കുമല്ലോ, ഫുൾ ഇതുള്ള ആളാ, മരുന്നൊക്കെ കുടിക്കും. പക്ഷെ അങ്ങനെ ചിലപ്പോ തിന്നാനൊക്കെ പൂതിയിലൊക്കെ കണ്ടാലേ ഓൻ എന്ത് ചെയ്യും, ഓൻ തിന്നും.
അപ്പൊ അവന്റെ അഞ്ചന്മാരുണ്ട്, പാവം രണ്ടഞ്ചന്മാരുണ്ട്, 2-3 ആൾക്കാരുണ്ട്. അവര് ഈറ്റങ്ങള് എന്നോട് എന്റെ അടുത്ത് കഥ ഒന്ന് പറയും കാക്കനോട് അത് തിന്നണ്ടെന്ന് പറയും, ഒന്ന് പറയും നിങ്ങൾ കാക്കനോട് ഇത് തിന്നണ്ടെന്ന് പറയും. കാക്ക എത്ര തിന്നണ്, താത്താണ് എങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കുന്നു പറയും, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചിട്ട് പറയും നിങ്ങള് ആ അഞ്ചന്മാർക്ക് ഭയങ്കര പേടി. ഓർക്ക് പേടി എന്താ പറഞ്ഞാൽ അമ്മക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഷുഗർ വന്ന് കിഡ്നിയൊക്കെ പോയതാണ്, ഇനി കാക്കൊക്കെ വരുമോ എന്നുള്ള ബേജാറിൽ ഉണ്ടായിരുന്നു. അങ്ങനെ മൂപ്പർക്കാണ് കുറെ വളരെ അടുത്ത ഫ്രണ്ട്സായ കുറെ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഓരോക്കെ നിർദ്ദേശമൊക്കെ തേടി ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ മൂപ്പറിനോട് പറയും ഇത് ശരിയല്ലേ, ഇത് ഈ അജി ശരിയല്ലേ? അപ്പൊ ഞാൻ പറയാം അത് ശരിയാണ്, ഞാനത് എപ്പോഴോ ചെല്ലലുണ്ട്, അതുകൊണ്ട് എനിക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല, മനസ്സിലായോ? എനിക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ പറയാം അതൊക്കെ സംഭവം ശരി തന്നെയാണ്. പക്ഷേ നമ്മളോട് നമ്മളെ ബാക്കി കാര്യം കൂടി പറഞ്ഞു, വെറും ദ്വാരം നടന്നാൽ പോരാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറയും. നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ ആവും നമ്മളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പറയും. അങ്ങനെ ലാസ്റ്റ് ക്രിയേറ്റിംഗ് കൂടി കിഡ്നി ഫെയിലായി. അദ്ദേഹത്തിന് ഇതിടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇന്നെ ഡയാലിസിസ് ചെയ്യരുത്, അത് ചെയ്യേണ്ട ആവശ്യം വരുള്ള ഉസ്താദേ, അത് ഞങ്ങളോട് പക്ക പറയണം. അങ്ങനെ ലാസ്റ്റ് മൂപ്പർക്ക് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത് ചെയ്യാൻ വരെ എത്തി. അതിന് മൂപ്പര് സമ്മതിക്കണേ ഇല്ല. എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്നെ വിളിച്ച അഞ്ചന്മാര്, നിങ്ങളൊന്ന് പറയാൻ, ഞാൻ ഇവിടെ സ്ഥലത്തില്ല, നിങ്ങളൊന്ന് പറയുന്നുണ്ടോ, ഞാൻ അജ്ജിലുണ്ട്. അങ്ങനെ സംഗതി ഞാൻ പറഞ്ഞു. ഞാൻ പോണേന് അജിന് പോകുമ്പോൾ വീട്ടിൽ വന്നിരുന്നു ഇവര്. ഞാനങ്ങനെ ഒരു ഭയങ്കര സംഭവമാണ്. മൂപ്പറിന്റെ വീട്ടില് അതേറ്റ് വരികയാണ്. മൂപ്പര് വൈഫൊക്കെ ആയിട്ട് വന്നു പോവാന്നൊക്കെ പറഞ്ഞു. ഞാൻ മുസാഫൊക്കെ ഇത് വിട്ടു. അപ്പൊ മൂപ്പരെ വൈഫൊക്കെ കുറച്ചേരാടെ പിന്നെയും നിന്ന് വർത്താനൊക്കെ പറഞ്ഞപ്പോ പിന്നെ കണ്ടപ്പോ ഞങ്ങൾക്കിങ്ങനെ വെറുതെ ഇങ്ങനെ തോന്നുകയാണ്, ഞാൻ അജ്ജി കഴിഞ്ഞിരുന്നു ഇനിയിപ്പോ ഇയാൾ ഉണ്ടായില്ലെങ്കിലോ. ഞാൻ പിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്നുകൂടി കൂട്ടിപ്പിടിച്ച് വർത്താനൊക്കെ പറഞ്ഞു. ആ അജ്ജിലാണ് മൂപ്പര് മരിച്ചത്. അപ്പൊ സമീപ മൂപ്പര് ഇതിന്റെ ഒരു അവസ്ഥയിലല്ലത്. ശുഭരായിട്ട് എന്നോട് പറഞ്ഞ ആവും ഒട്ടണ്ട ഉസ്താദേ, പക്ഷെ മരിച്ചു. അള്ളാഹു കബറിനെ സ്വർഗ്ഗത്തോ പോയിക്കൊടുക്കും മാറാട്ടെ. പക്ഷെ ഡയാലിസിസ് ചെയ്യേണ്ടിയൊന്നുമില്ല. പക്ഷെ ഇതിങ്ങനെ പറയുന്നു, ഈ ദുആ പറയുമ്പോൾ ഓനെ ഓർമ്മയില്ല. ഇത് സത്യല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം സുഗരാരൊക്കെ പഞ്ചസാര നല്ലോണം അടിച്ചു കയറ്റാന്നല്ല ഇതിന്റെ അർത്ഥം. ഇത് നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ ഒരു നന്ദി ഉണ്ടാവാനാണ്. പടച്ചോൻ എന്നെ എന്താക്കി ഈ പരീക്ഷണത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയല്ലോ. മനസ്സിലായില്ല വൈ? അതുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ബുദ്ധിമുട്ടിൽ അള്ളാഹു അവനെ പരീക്ഷിക്കൂല എന്നാണ് ഹദീസിലുള്ളത്. അതുകൊണ്ട് ഇത് പഠിക്കണം എന്തായാലും. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല. എവിടെ പോയി ഉണ്ടാകുക നിങ്ങൾക്ക്? അതൊക്കെ നിങ്ങൾക്ക് അറിയില്ലല്ലോ സ്ഥലം എവിടെ ഉണ്ടാകുക എന്നൊക്കെ. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഉസ്താദിനോട് ചോദിച്ചാൽ മതി. ഹദീസുകളിലുള്ളതാണ്, എല്ലാ ഉസ്താദന്മാർക്കും അറിയാൻ പറ്റും. പിന്നെ ഒരു ചോന്ന ബുക്ക് ഉണ്ടായിരുന്നു, എനിക്ക് അറിയാൻ പറ്റും. ദുആയുടെ ബുക്ക് എന്ന് പറഞ്ഞിട്ട് മുമ്പ് കാലത്തൊക്കെ ഉണ്ടായി, ഇപ്പൊ അങ്ങനെ കാണില്ല. ഒരു ചോന്ന ചട്ടള അതിലുണ്ട്. അത്യാവശ്യം എല്ലാ ദുആകളിലും ഉണ്ടാവും, മനസ്സിലായില്ലേ? പച്ചയിലല്ല, ചോപ്പില്. അധിക ബുക്ക് ദുആന്റെ ബുക്കുകൾ ചിലപ്പോൾ സൗദി അറേബ്യയിൽ നിന്നൊക്കെ ഫ്രീ കൊടുക്കണേ. പിന്നെ മഅ്സൂറായ ഹദീസിൽ വന്ന പ്രാർത്ഥനകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ അതിലൊക്കെ ഉണ്ടാവാൻ സാധ്യത. പരീക്ഷണത്തിന് വിധേയരായവരെ കാണുമ്പോൾ ചെയ്യുന്ന ദുആ ഇതെന്തായാലും നിങ്ങൾ പഠിക്കണം. അതിന്റെ ഒരു ഭാഗമാണ് ഏത് നമ്മളെ വണ്ടിയൊക്കെ ഓട്ടി പോകുമ്പോൾ ആംബുലൻസ് സൗണ്ടൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ അതൊക്കെ പറഞ്ഞേക്കുക. കാരണം ഒരു വല്ലാത്തൊരു സംഭവമാണ്. ആംബുലൻസ് കയറി പോയ ആൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിന്റെ ആ ഭീതിജനകമായ അവസ്ഥ മനസ്സിലാവുള്ളൂ. നമ്മളിങ്ങനെ വെറുതെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒച്ചയായിട്ടാൽ ശല്യമായിട്ട് തോന്നുന്നെങ്കിലും അതൊരു വേറെ സാധനമാണ്. അതിന്റെ ബന്ധുക്കളുടെ ഹൃദയമിടിപ്പാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആലോചിക്കേണ്ടത്. ഒരു ഭയങ്കര സംഭവിക്കും. ഹോസ്പിറ്റലിൽ പെട്ടെന്ന് വേഗം കൊണ്ടുപോയിക്കൂടി എന്നൊക്കെ പറഞ്ഞ് പറയലും കൊണ്ടുപോകലൊക്കെ തിരക്കിലേക്കുണ്ടാകുക, ബേജാറിലേക്കും അതിന്റെ ആൾക്കാരുണ്ടാകുക. അവർ ഒച്ചൊക്കെ ഉണ്ടാക്കി പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പിന്നെ വെറുതെ പോണ ഒച്ച ഉണ്ടാക്കി പോകണമെങ്കിൽ വേറെ കാര്യം. ഇത് ഓനക്ക് അർജന്റായിട്ട് പോകണമെങ്കിലൊക്കെ ഒച്ച ഉണ്ടാക്കി പോകണം, അത് വേറെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ വിഷമവും ബുദ്ധിമുട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കണം. ചെയ്യലും ഇൻഷാ അല്ലാഹ്. ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ. ഇതിൽ എന്തുണ്ട്? ചിന്തിക്കാനുണ്ട്, സ്മരിക്കാനുണ്ട്. ലിമൻ കാന ലഹു ഖൽബുൻ, ആർക്ക് ഹൃദയമുണ്ടോ? അല്ലാഹു തആല ചോദിച്ച ഹൃദയം മറ്റേ ഹൃദയമല്ല കേട്ടോ. ഏത് നമ്മൾ സർജറി ചെയ്യുന്ന സ്റ്റെൻഡ് ഇടുന്ന ഹൃദയമല്ല.
കാര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഹൃദയം. അവൻ സമീപത്ത് നിന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്ന ചെവിണ്ടെങ്കിലും. വലഖദ് ഖലഖന സമാവാതി വൽ അർള, ആകാശഭൂമികളെ തീർച്ചയായിട്ടും നാമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വമാ ബൈനഹുമാ, അത് രണ്ടിന്റെ ഇടയിലുള്ളതും, ആകാശത്തിന് ഭൂമിന്റെ ഇടയിലുള്ളതും. ഫീ സിത്തത്തി അയ്യാം, എത്ര ദിവസം കൊണ്ട്? 6 ദിവസം കൊണ്ട്. വമാ മസ്സനാ മിൻ ലുഗൂബ്, വമാ മസ്സനാ മിൻ ലുഗൂബ്. അത് അങ്ങനെ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന്റെ പേരിൽ നമുക്കൊരു ക്ഷീണവും എന്ത് ചെയ്തിട്ടില്ല, ബാധിച്ചിട്ടില്ല. നമുക്കൊരു ക്ഷീണം ബാധിച്ചു. എന്തിനാ അള്ളാഹ് 6 ദിവസം എടുത്തത് എന്നൊക്കെ ചോദിച്ചാല്, അത് സത്യത്തിൽ എന്താണ്, അള്ളാഹ് 6 ദിവസത്തിന്റെ ഒന്നും എന്തില്ല. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂനാണ്. ഉറപ്പായിട്ടും ഉണ്ടാവും. ആകാശങ്ങളല്ല അതിന്റെ അപ്പുറത്തുള്ള ഉണ്ടാവും. പക്ഷെ അള്ളാഹു താല അതിന്റെ ഒരു രീതികൾ മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു താല പറഞ്ഞതാണ്. പിന്നെ ഈ 6 ദിവസം എന്നൊക്കെ പറഞ്ഞത് സത്യത്തിൽ സൂര്യൻ വന്നു പോണതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ദിവസം പറഞ്ഞത്. നിദാനമില്ലല്ലോ. ഇത് ആകാശവും ഭൂമിയും ഉണ്ടാക്കുമ്പോ അപ്പൊ അത് അള്ളാഹുവിന്റെ ഒരു പ്രയോഗം പ്രയോഗിച്ചു എന്ന് മനസ്സിലാക്കാൻ മനസ്സിലായില്ലേ. പിന്നെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ കണ്ട് വലിയൊരു കാര്യം എന്താണ് പറഞ്ഞാൽ, അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുക എന്നുള്ളത് അടിമത്തത്തിന് എതിരാണെന്ന് ആദ്യം. ഈ നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ ഉണ്ടായോണ്ടേ നമ്മളും ഇങ്ങനെ വെറുതെ പോലത്തെ ഈ മൊബൈൽ ഇങ്ങനെ കേട്ട് മുമ്പ് ഈ ചങ്ങായിമാരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഏതെങ്കിലുമൊക്കെ ഈ പീഡിന്റെ മുകളിലൊക്കെ ഉണ്ടാവില്ല, ആരും കയറാത്ത ചതുപിടിച്ചെടുക്കണ പീഡിന്റെ മുകളിൽ ആടിയും പീടിയൊക്കെ പോലെ 4 ആൾ കൂടി എന്നിട്ട് വൈകുന്നേരം എത്തിച്ചു വായിച്ച് അതും ഇതും പറഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞു. അന്ന് ആർക്കും ഇത് എന്ത് ചെയ്യില്ല, അറിയില്ല, ആർക്കും അറിയില്ല. ഇപ്പൊ ഈ മൊബൈൽ ഫോൺ ആയതുകൊണ്ട് എല്ലാവരും കേൾക്കണം, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കേൾക്കാണെന്നുണ്ട്. എല്ലാവർക്കും ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പൂതിയാണ്. മനസ്സിലായില്ലേ. എല്ലാത്തിനും ഇസ്ലാമിനായി. ഇസ്ലാം യുക്തിന്റെ മതമല്ല. ആദ്യം അത് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്തിന്റെ മതമല്ല, യുക്തിന്റെ മതമല്ല ഇസ്ലാം. ബുദ്ധിയിൽ ഇസ്ലാമിന് സ്ഥാനം കൊടുത്തിരുന്നെങ്കിൽ, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്ലാമിൽ ബുദ്ധിക്കാൻ സ്ഥാനം കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ഹുഫ തടവാന്ന് പറഞ്ഞത്. ഹുഫ അറിയാൻ നിങ്ങൾക്ക് ഏത് ഷോക്സ് അല്ല, അങ്ങനെ പറയാനൊന്നും പറ്റില്ല. മനസ്സിലായില്ലേ. ഉള്ളിൽക്ക് വെള്ളം ചേരാത്ത തോലിന്റെ ഒക്കെ ഉള്ളതുണ്ടല്ലോ, അതാണ് ഷോക്സ് എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഷോക്സ്മാലൊക്കെ തടവുണ്ട്. കല്ലറിൽ മസാല ഉണ്ടാവും, തുടങ്ങുന്നവരൊക്കെ തടവുകളി. കുറച്ചുകൂടി സൂക്ഷ്മത എപ്പോഴും എന്താണ് കഴിച്ച് ഇതാക്കലാണ് നല്ലത്. എപ്പോഴും നല്ലത് അതാണ്. അള്ളാഹുവിന്റെ കാര്യത്തിൽ എപ്പോഴും കുറച്ച് എന്താക്കണതാണ് നല്ലത്. കാരണം അവിടെ എത്തിയിട്ട് അതിന്റെ റിസൾട്ട് വരിക. തിരുത്താൻ പിന്നെ എന്തുണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. നമ്മളൊരു ആൾക്ക് തന്നെയാണ് അതിങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടാവും. ഓൻ ചെയ്യുന്നു, ബൻ ചെയ്യുന്നു. ഓനും ബനുന്നല്ല അതിന്റെ ആള്. നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ അത് നടക്കാൻ സൗകര്യം ഉണ്ടാവണം. ഉപ്പൊക്കെ നിബന്ധനകൾ പറയുന്നു കിതാബുകളിൽ. നടക്കാൻ ആയാസം ഉണ്ടാവണം. പിന്നെന്ത് ചെയ്യണം, വെള്ളം ഉള്ളിലേക്ക് ചേരരുത്, അങ്ങനത്തെ ഒക്കെ കുറെ നിബന്ധനകൾ പറയും. പിന്നെ കണങ്കാലിന് മുകളിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ നിബന്ധനകൾ പറയുന്നത്. അതിന്റെ ആവശ്യമുള്ള ഫിഖിന്റെ കിതാബെന്നോ അവരവർക്ക് ഇഷ്ടമുള്ള പോലെ മക്കളോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പൊ അത് തടവുമ്പം സത്യത്തിൽ മുകളിൽ ഇവിടെ തടവലി. എവിടെ? ഈ പൊറാടിക്കാൽ എന്നുള്ളതിന് പറയല് മുകളിലാണ് തടവലി. എവിടെയല്ല, അടിയിലല്ല. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, ബുദ്ധിക്കായിരുന്ന സ്ഥാനെങ്കിൽ ഞാൻ എവിടെ തടവിയനെ? അടിയിൽ തടവിയാണ്. നിബിധങ്ങൾ ദാസങ്ങൾ മുകളിലാണ് തടവിയത്, അതുകൊണ്ട് മുകളിലാണ് തടവിയത്. നിങ്ങൾക്ക് മനസ്സിലായത് എന്തിനാ ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ, ഈ ചങ്ങായിമാരെ യുക്തിവാദികളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാത്തിനും ഇസ്ലാമിനെ പറ്റി നമ്മളിങ്ങനെ എന്ത് ചെയ്യാണ്, മുസ്ലിമീങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം ഓരോ കാര്യങ്ങൾ. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മളോട് അള്ളാഹ് പറയാ, അത് നമ്മള് അപ്പോഴാണ് അടിമയുള്ളത്. എല്ലാത്തിനും റീസൺ കാണിച്ചു തന്നിട്ട് അനുസരിപ്പിക്കുക എന്നുള്ളത് ഒരു മുതലാളിന്റെ പണിയല്ല. ആണോ വൈ ആട് ചെയ്താളറിഞ്ഞ നമ്മളിപ്പോ നമ്മുടെ സ്റ്റാഫിനോട് അടുത്ത അപ്പൊ ചോദിക്കുക എന്തിനപ്പോ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങനെ എടുത്ത് ഇവിടെ നിന്നാലും എന്താ അതിന് കുഴപ്പമെന്നൊക്കെ ചോദിച്ചാൽ എന്താ പറയാ, നിങ്ങൾ പറയും പാറിവായി. അപ്പൊ ചോദിക്കുക എന്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലേ ഇത്? ചലക്കാ പോയി കാരണം ചെള്ളക്കൊന്ന് കൊടുത്തൊരു ചവിട്ടും കൊടുത്ത് വിട്ടോന്നറിയും. ഞാൻ പറഞ്ഞ് കേൾക്കുക, അങ്ങനല്ലേ? ആണോ ആണല്ലേ?
അതിനടുത്ത് പാടം എടുത്തേക്കണം, അതിന്റെ ആടനെ ഇവിടെ നിന്നാ ഇവിടെ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ റീസൺ പറയണം. ഇവിടെ ചിലത് പൂല് വരും, ഇത് നാനിയും ചിലപ്പോൾ ഇത് ഉറുമ്പ് കയറാൻ സാധ്യതയുണ്ട്, ഇത് ചവിട്ടി പൊട്ടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് മോനെടുത്ത് ആടെ വെക്കുന്നൊക്കെ പറഞ്ഞാൽ തൊഴിലാളികൾ കൊണ്ടെടുക്കൽ നടക്കൂല. പറയോ അത് ആടെ ഹുക്കുമെന്നാ അനുസരിക്കുക. ഇതേപോലെ തന്നെ അള്ളാഹ്ക്കും അള്ളാന്റെ ഹുക്കുമാണ്. ഇത് ആരാണ് അനുസരിക്കുന്നത് പരീക്ഷിക്കാൻ വേണ്ടി വന്നാണ്. ഇത് ചോദ്യം ചോദിച്ച് ജീവിതം പാഴാക്കിയാൽ ജീവിതമായിട്ട് പാഴായിപ്പോയി. അതുകൊണ്ട് എല്ലാത്തിനും ചോദ്യം ചോദിക്കണ മെന്റാലിറ്റി ആദ്യം ഒഴിവാക്കുക. അള്ളാഹ് എന്താണോ പറഞ്ഞത് അതനുസരിക്കുക. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ റസൂലുള്ളാഹിങ്ങൾ എന്താണോ പറഞ്ഞത് അതനുസരിക്കുക. അത് ബുദ്ധിക്ക് യോജിച്ചാലും യോജിച്ചില്ലെങ്കിൽ അവന്റെ പേരാണ് മുഅ്മിൻ. ഓനോടാണ് അള്ളാന്റെ കൽപ്പനയുള്ളത്. അല്ലാത്തവരോട് അള്ളാന്റെ ഇഷ്ടമുള്ള വിശ്വസിച്ചാൽ മതി, ഇഷ്ടമുള്ള അവിശ്വസിച്ചോട്ടെ. ആരിവിടെ നിർബന്ധിക്കില്ല, ആരിവിടെ നിർബന്ധിക്കില്ല, ഒരു നിർബന്ധമില്ല. ഉലമാക്കൾ ദീനിന്റെ കാര്യങ്ങൾ പറയും. സ്ത്രീയും പുരുഷനും ഇടകലരാൻ പാടില്ല, ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. അത് 2025 മാറ്റാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ കല്യാണത്തിനോ നിങ്ങൾ തക്കാലത്തിനോ ആ നിക്ക് നോക്കാൻ നിൽക്കണ്ട. കല്യാണത്തിനോട് കല്യാണത്തിനോട് തക്കാലത്തിനോ തക്കാനാണ് ഇവിടെ ഇസ്ലാമിന്റെ നിയമം എന്താണ്? ഇത് അനുസരിക്കണോ അനുസരിച്ചാണ്. ഇത് അനുസരിക്കാത്ത പോലെ കേസ് എടുക്കുന്നൊക്കെ പറയുമ്പോഴും ഓരോ കൊല്ലുന്നൊക്കെ പറയുമ്പോഴാണ് എന്തുണ്ട് പറയുവായി. ഒരാളും പറഞ്ഞു സ്ത്രീയും പുരുഷനും എന്ത് ചെയ്ത് ഇടകലർന്ന് ഒരു കാര്യത്തിനും പറ്റില്ല, ഇടകലർന്ന് ചെയ്യാൻ പാടില്ല, അതിലേക്ക് സൂക്ഷ്മത പാലിക്കണം എന്ന് പറഞ്ഞു. അതിനെല്ലാവരും പാടെ കൂടി ചാത്തൻ എന്ത് മാഷറ എന്ന് പറഞ്ഞ മാതിരി ചാത്തനും ചോദിച്ചാണ്. എന്ത് ചാത്തന് ചോദിച്ച് ബന്ധമില്ലല്ലോ, ഉണ്ടോ? ഓന്റെ പണിയിട്ടോട്ടെ. ഇനി ഒരു മുസ്ലിം പെണ്ണ് പറയണം, ഞാൻ ഫാത്തിമ എന്റെ പേര്, നിങ്ങളെങ്ങനെ അങ്ങനെ പറയാം? പെണ്ണയച്ച് എടുക്കണ്ട, എടുക്കാൻ പറ്റുന്ന ആൾക്കാർ വേണമെങ്കിൽ ഓരോടാ പറഞ്ഞത്, അത്രേ ഉള്ളൂ. നമുക്കതിന് സ്വാതന്ത്ര്യമില്ല. ഇയാൾക്ക് ഇത് പറയാനും സ്വാതന്ത്ര്യമില്ല, അതിന് സ്വാതന്ത്ര്യമില്ല. അയാൾക്ക് അയാളെ തീം പറയാൻ സ്വാതന്ത്ര്യമില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടോ? ഈ കാലത്തിന്റെ ഗതിയെ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നേ. പക്ക ദീനിന്റെ കാര്യം പോലും ഇതുവരെ മറ്റൊരു ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. എന്ത് ഇവിടെ ദീൻ അങ്ങനെ എന്താവരുത്, നടപ്പിലാവരുത്. ഉലമാക്കളൊക്കെ പേടിക്കണം. ഇങ്ങനെ ചോദിച്ചിട്ട് ഒന്നും പറയാതാവണം. അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കുക, ഈ കണ്ടമാനം ചോദ്യം ചോദിക്കുക, കണ്ടമാനം തർക്കിക്കുക എന്ന് പറഞ്ഞത് അത് നല്ല കാര്യമല്ല. ഹൃദയം കടുത്തു, ഹൃദയത്തിന്റെ ദിശ മാറിപ്പോയി. അതുകൊണ്ട് നമ്മളെപ്പോഴും ആലോചിക്കാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇസ്ലാമിലെ എല്ലാത്തിനും ലോജിക്ക് തെരഞ്ഞെടുക്കാനൊന്നും പോയിന്റ് ആവശ്യം. അയ്യാലെ സലാം തരുമ്പോൾ അങ്ങോട്ട് തിരിയാൻ കാരണം എന്താ, അയ്യാൽ സലാം അങ്ങോട്ട് തിരിയാൻ കാരണം എന്താന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങോട്ട് തിരിഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? മനസ്സിലായില്ല? ഒരാൾ അയ്യാല സലാന്ന് പറയുമ്പോ എവിടേക്ക് തിരിയണം? വലത്തോട്ടേക്ക് തിരിയണം. എന്തിനാ അങ്ങനെ തിരിഞ്ഞ? ഇടത്തോട്ടേക്ക് തിരിഞ്ഞാൽ എന്താ കുഴപ്പമിച്ചാല്? എടാ അതിന്റെ പേരാ മുസ്ലിം പറഞ്ഞ്, ഇതിന്റെ പേര് അതിനനുസരിക്കണവന്റെ പേര്, അല്ലാതെ ചോദിക്കണവന്റെ പേരെന്തല്ല. അതുകൊണ്ട് നമുക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അതിനാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അയച്ചതാണ്. നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിക്ക് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അനുസരിക്കും എന്നാണ് സാക്ഷ്യം വഹിക്കുന്നത്. നമുക്ക് അതിന്റെ കറക്റ്റ് മീനിങ് അറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹ് അങ്ങനെ പറഞ്ഞു. ബസ് അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് പറഞ്ഞു? ആൾക്ക് മത്സരക്ക് വരേണ്ടി നേരിട്ട് ആരോടെന്നെ ചോദിക്കാം, ആരോടെന്നെ ചോദിക്കാം, അള്ളാഹിനോടെന്നെ ചോദിക്കാം. അവിടെ കാണും, അപ്പോൾ നീ ചോദിച്ചാൽ മതിയാറ്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവര് നിരീശ്വരവാദികൾ എന്താ പറയാ, മറ്റവരെന്താ പറയാ, അവർക്ക് നമ്മൾ ഉത്തരം കൊടുക്കണ്ടേ? ചങ്ങായി എന്നോട് ഇസ്ലാമിക്ക് ആളെ കൂട്ടാനൊന്നും പറഞ്ഞില്ല, എന്നോട് ദീന്റെ കാര്യം പറയാനേ പറഞ്ഞിട്ടുള്ളൂ. കൊണ്ടുവരുന്ന പണിക്കാർക്കാണ്. അബൂതാലിബിനെ കൊണ്ടുവരാൻ നോക്കിയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടില്ല. അത് കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും ടോപ്പ് ആളാണ് എന്ത് ചെയ്തത്, മെനക്കെട്ടത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് ഇന്നക്കലാത്ത യഹ്ദീമൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ് യഹ്ദീ മൻ യശാ. നീ ഉദ്ദേശിച്ചവർക്ക് ഹിദായത്ത് കൊടുക്കാൻ പറ്റില്ല. എമ്മായിട്ട് വർത്താനാണോ കാര്യം? നീ വിചാരിച്ചവർക്ക് ഹിദായത്ത് കൊടുക്കും. നബി തങ്ങളെ സമാധാനത്തിന് വേണ്ടി അത് അബൂതാലിബ് ഞാൻ കൊടുക്കാൻ വിചാരിച്ചില്ല, നിങ്ങൾ അതിന്റെ പേര് മെനക്കെടണ്ട, അതിന്റെ പേര് നിങ്ങൾ വിഷമൊന്നും വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? ആരോട്? നബി തങ്ങളോട് അങ്ങനെയല്ല പറയേണ്ടത്. കാരണം നബി തങ്ങളെ സമാധാനിപ്പിക്കലാണ്. ആ വർത്താനൊന്നല്ല അള്ളാഹ്. അള്ളാഹു തആല അത് നബി തങ്ങളോടുള്ള സംസാരമല്ല സത്യത്തിൽ. ഈ പിൽക്കാലത്ത് വരുന്ന നമ്മക്കും കൂടി ഉള്ളതാണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. നബിയെ തങ്ങൾ വിചാരിച്ചവർക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല. വലാകിന്ന അല്ലാഹു യഹ്ദീ മൻ യശാ. അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് ഹിദായത്ത് കൊടുക്കും. മനസ്സിലായില്ലേ? വഹ്ശി ഹംസ റളിയല്ലാഹു അൻഹു കൊന്ന ആളാണ്, കൊല്ലിപ്പിച്ച ആളാണ്. ആര്? ഹിന്ദ്. രണ്ടാക്കി ഹിദായത്ത് കൊടുത്തു. എന്നാ ഈ അബൂതാലിബിന് കൊടുത്തു തുടങ്ങി. നമ്മളൊക്കെ ലോജിക്ക് അനുസരിച്ച് ആർക്ക് കൊടുക്കണോ? എന്നാ അബൂതാലിബിന് ഇത് അറിയാത്ത കേസാ?
അബൂ താലിബ് പറയുന്നത് ഏറ്റവും വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദ് മിൻ ഖൈരി അദ്യാനിൽ ബരിയത്തി ദീന. ഇവിടെയുള്ള ദീനിൽ ഏറ്റവും വലിയ ദീനിന്റെ മോൻ കൊണ്ടുവന്ന ദീനാണെന്ന് എനിക്ക് ഉറപ്പായിട്ട് അറിയാന്ന് ഐ കാക്ക പറയാൻ. ആര്? അബൂ താലിബ് പറയാൻ. എന്നിട്ട് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇതിന്റെ പൂട്ട് തുറക്കേണ്ട ആള് വേറെയാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ പൂട്ടില്ലേ, ഇതിന്റെ ഹിദായത്തിന്റെ പൂട്ടില്ല. അക്രമം ചെയ്ത ആള് നബിതങ്ങൾ തങ്ങളെ പിതൃവ്യനെ കൊന്ന ആളാണ് വശി. കൊല്ലിപ്പിച്ച ആളാണ് ആര്? ഹിന്ദ. രണ്ടാക്കും കൊടുത്ത് എന്ത് ഹിദായത്ത്. നബിതങ്ങൾ തങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ച ആളാണ് ആര്? അബൂ താലിബ്. ആരുണ്ടെങ്കിലും ഞാൻ ഉണ്ടാവും, ആരെന്നെ എതിർത്താലും ഞാൻ എന്റെ കൂടെ നിന്നവരും തങ്ങൾക്ക് സംരക്ഷണം നൽകിയ ആളാണ്. കൊടുത്തില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കണ്ട എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കുന്ന പണിയിലെല്ലാവരും നമ്മളോട് അതിന്റെ ദാവത്ത് ചെയ്യാം, നമ്മൾ ദീനനുസരിച്ച് ജീവിക്കാം. ഇന്നിപ്പോ എന്താ സംഭവിക്കേണ്ട? സംവാദങ്ങളാണ് നടക്കുന്നത്. സംവദിക്കണോന് സുബീക്ക് പള്ളിയിലില്ല. മനസ്സിലായില്ലേ? സംവദിക്കണോന്റെ തന്നെ ദീനില്ല. അതുകൊണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിപ്പിച്ച് ഇങ്ങനെ അടങ്ങാറാക്കേണ്ട ആവശ്യമില്ല. ദീന്റെ കാര്യങ്ങൾ പറഞ്ഞു പോവുക, അത് ഹിദായത്തിലായ. എപ്പോഴും ഇതൊക്കെ നമ്മളിങ്ങനെ ഈ നിങ്ങളെ ഞാൻ പ്രത്യേകം പറയാൻ കാരണം എല്ലാവരും ഈ സാധ്യതമല്ലുള്ളത്. എയിമില് ഒഴിവ് കിട്ടിയ ഇത് തോണ്ടുന്ന പണിയിലാണ് എല്ലാവരും ഉള്ളത്. എല്ലാവരും ഇങ്ങനെ അത് കേൾക്കല്, ഇത് കേൾക്കല്, അത് കേൾക്കല്, മോനും പിന്നായിട്ടുള്ള സംവാദം കേൾക്കല്. എന്നിട്ട് സംവാദമൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ മറുപടി ചിലപ്പോൾ നമുക്ക് തൃപ്തിയുണ്ടാവില്ല. അപ്പൊ നമ്മളെ ഉള്ളിലെ പിന്നെ ആ ചോദ്യം ഉണ്ടാവും. ഏത് ചോദ്യം? മറ്റേ നമുക്ക് ചോദിച്ച ചോദ്യം. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ പതുക്കെ പോയിട്ട് നിരീശ്വരവാദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴികെട്ടിലൊക്കെ ഇസ്ലാമിൽ സംശയം തുടങ്ങും. ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ സംശയം തുടങ്ങും. പിന്നെ നബിതങ്ങൾ സാധനങ്ങളോടുള്ള ബഹുമാനം നഷ്ടപ്പെടും. അതുകൊണ്ട് പഴയകാല ഉലമാക്കളൊക്കെ മറിച്ചൊക്കെ എന്ത് ചെയ്തിന്? സിഫീൻ യുദ്ധമൊക്കെ ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സിഫീൻ യുദ്ധം നമ്മൾക്ക് തഫ്സീർ എടുക്കുമ്പോൾ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു തഫ്സീർ ജമലിലുണ്ട്, അവിടെ നോക്കിക്കൊന്നു. മനസ്സിലായില്ലേ? ഒരു ജമൽ യുദ്ധം അലി റളിയല്ലാഹു അൻഹും ആയിഷ റളിയല്ലാഹു അൻഹ കയ്യിലുള്ള യുദ്ധത്തിന്റെ ഒരു വേറൊരു ഭാഗം വർത്താനം പറയാൻ വന്നപ്പോൾ നമ്മളത് ചോദിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞതാണ്. ആകെ തഫ്സീറിലുണ്ട്, ആകെ നോക്കി വായിച്ചാൽ മതിയായിരുന്നു. പറഞ്ഞെന്നില്ല. പറഞ്ഞു തരാത്തതിന്റെ കാരണം എന്താ? ഏതെങ്കിലും ഒരു സഹാബിനോട് ഹൃദയത്തിന്റെ ഉള്ളിൽ വെറുപ്പ് തോന്നിയാൽ നമ്മളെ ഹിദായത്ത് മഹ്റൂമായി പോയി. നിബിധങ്ങൾ സാധനങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബാക്കളുടെ കാര്യത്തിൽ അള്ളാഹനെ എന്ത് ചെയ്തോളി, സൂക്ഷിച്ചോളി. അവരാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെന്നോടുള്ള ഇഷ്ടത്തിന്റെ പേരിലാണ് സ്നേഹിക്കുന്നത്. അവരോട് ആർക്കെങ്കിലും വെറുപ്പുണ്ടാകണമെങ്കിൽ അവർക്ക് എന്നോടുള്ള വെറുപ്പാണ്. അതുകൊണ്ട് സഹാബാക്കളുടെ കാര്യത്തിലൊക്കെ വളരെ പഴമക്കാരായ ഒരമക്കൾ ആവശ്യമില്ലാത്ത ഒന്നും എന്ത് ചെയ്തില്ല. സാധാ സമുദായത്തിന് പറഞ്ഞെടുത്തിട്ടേ ഇല്ല. ഓല വിശ്വാസമായിട്ട് പോട്ടെ. കാരണം നമ്മൾ ഈ ചങ്ങായിമാർക്കൊക്കെ കേട്ടാൽ ചിലപ്പോൾ നമ്മളെ ഉള്ളിലുണ്ടാവും. മറുപടി പറഞ്ഞ ആള് അയാളെ ബുദ്ധിക്ക് അനുസരിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധി ആർക്കുണ്ടാവില്ല. നമ്മളിൽ അപ്പൊ ചോദ്യം കടക്കും. പിന്നെ ഇവർ ഈ സംവാദം കൊണ്ട് ആകെ ഉദ്ദേശിക്കുന്ന അതാണ്, ഇവർ നന്നാണെന്നല്ല. മനസ്സിലായി? അതുകൊണ്ട് ആ ടൈപ്പൊന്നും കേൾക്കണ്ട. നമ്മളൊരു നോളജ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ മറുപടി പറയേണ്ടതെന്നൊക്കെ നമ്മളാരെ ഇസ്ലാമിന്റെ എന്തോ സുപ്രീം അതോറിറ്റിയാ ഇത്. എന്ത് ചോദിച്ചാൽ മറുപടി അറിയാം. ഞാൻ ഇവിടെ ഉണ്ട് ഇങ്ങനെ നിൽക്കണോ? നമുക്കറിയില്ല പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. അല്ല അത് ഭയ ആരോടെങ്കിലും ചോദിച്ചു. നമ്മളെ മനസ്സിലായി വൈ ഇല്ലേ? ഖത്തറാണ്, അപകടമാണ്, ഭയങ്കര അപകടമാണ്. നമ്മൾ വിചാരിച്ച പോലെ അല്ല ഉണ്ടാകുക. ഈമാൻ എപ്പോഴാണ് പോകുന്ന ആർക്കും അറിയില്ല, ഒരാൾക്കും അറിയാം. അതുകൊണ്ട് എല്ലാത്തിനും ലോജിക്ക് ബുദ്ധിക്കൊന്നും തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു എന്താണോ പറഞ്ഞത് അതെന്ത് ചെയ്യാം, അനുസരിക്കാം. ഈ സിത്തത്തി അയ്യാം എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിത്തത്തി അയ്യാം. എന്താണ് കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ എഴുതി വയ്ക്കുക. അതിനൊരു കോടതി ഉണ്ട്. ഇന്നത്തെ ദിവസത്തിന് ആരെങ്കിലും അധികാരം ഉണ്ടോ, ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ വന്ന് നീച്ചെന്ന് ചോദിക്കുക. ഒരു സംശയം അന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ, ഈ സിത്തത്തി അയ്യാമിന്ന് എന്ത് ഇങ്ങനെ ചോദിക്കുക. അപ്പൊ അതിന്റെ മറുപടി ഒക്കെ കറക്റ്റായിട്ട് അള്ള വരാൻ ഇതൊന്നും ഉണ്ടാക്കിയിട്ട് ഞാൻ ക്ഷീണിച്ചിട്ടില്ല, ഞാൻ കുഴഞ്ഞിട്ടില്ല. നമ്മളെ വശം എന്ത് ഈ ആകാശങ്ങൾ ഭൂമിയൊന്നും ഉണ്ടാക്കിയിട്ട് എന്തായിട്ടില്ല, അള്ളാഹു താലക്ക് ഒരു ക്ഷീണം ഉണ്ടായിട്ടില്ല. നബിയെ തങ്ങൾ ക്ഷമിക്കും അലാമായ കൂലൂൻ. ഈ ചങ്ങായിമാര് പറഞ്ഞതിനെ തൊട്ട് തങ്ങൾ എന്ത് ചെയ്തേക്കും, ക്ഷമിച്ചേക്കും നബിയെ. ഇവർ പലതും പറയും.
മനസ്സിലായില്ല? എന്താ പറഞ്ഞത്? ഫസ്ബിർ അലാ മാ യഖൂലൂൻ. അവർ പറഞ്ഞത് ക്ഷമിച്ചേക്ക്. കാരണം അവരെ ഹൃദയത്തിനൊക്കെ എന്തിട്ടിട്ടുണ്ട്? പൂട്ടിട്ടിട്ടുണ്ട്. വെറുതെ പൂട്ടിയ വാതിൽ ഞാൻ മുട്ടിയോണ്ടിക്ക. എന്തിനത്? അതുകൊണ്ട് അവർ പറഞ്ഞൊക്കെ തങ്ങൾ ക്ഷമിച്ചേക്കും. എന്നിട്ടോ പിന്നെ ചെയ്യേണ്ട പണി എന്താ? തങ്ങളെ റബ്ബിന് എന്ത് ചെയ്യും? തസ്ബീഹ് ചെയ്യുകയും തഹ്മീദ് ചെയ്യുകയും സ്തുതിക്കുകയും തങ്ങളെ പ്രകീർത്തിക്കുകയും ചെയ്യും. ഖബ്ല തുലൂഇ ശംസ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, വഖബ്ലൽ ഖുറൂബ്, അസ്തമിക്കുന്നതിന് മുമ്പ്. രാവിലെ വൈകുന്നേരം എന്ത് ചെയ്യണം? അതൊന്നും ചെയ്യാൻ നമുക്ക് എന്തുണ്ടാവില്ല, നേരം ഉണ്ടാവില്ല. അതിനൊന്നും നേരം ഉണ്ടാവില്ല. ഇത് ഭയങ്കര ചൊറുക്കുള്ള പരിപാടിയാണ്. ഏത് അങ്ങനെ പോവാ. വമിനൽ ലൈൽ, രാത്രിയിലും ഫസബ്ബിഹു, അല്ലാഹുവിനെ എന്ത് ചെയ്യും? തസ്ബീഹ് ചെയ്യും. വഅദ്ബാറ സുജൂദ്, സുജൂദിന് ശേഷവും, സുജൂദിന് പിന്നിൽ. അദ്ബാർ, ദുബർ എന്ന് പറഞ്ഞ പിൻഭാഗം. അദ്ബാർ എന്ന ദുബറ കുല്ലി സലാത്ത് എന്ന നമസ്കാരങ്ങൾക്ക് അൽ അദ്കാർ ബഅദ സലാത്തിൽ മഫ്റൂദ എന്ന് പറയുന്നുണ്ടാവും. ചില സ്ഥലത്ത് ഇതിണ്ടാവും ഫീ കുല്ലി ദുബിരി സലാ, എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും എന്ന് എഴുതിയിട്ടുണ്ടാവും. അദ്ബാറ സുജൂദ് എന്ന് പറഞ്ഞാൽ സുജൂദിന് ശേഷം. ഇതിന് ഉലമാക്കൾ കുറെ അർത്ഥങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ ഉദിച്ചതിന് അസ്തമിക്കുന്നതിന് മുമ്പും എന്നൊക്കെ പറയുന്നതിന്റെ ഫർള് നമസ്കാരങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഫർള് നമസ്കാരങ്ങൾ, സുബഹിസ്കാരാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖബ്ല തുലൂഇ ശംസ് ആണ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സുബഹി നിസ്കരിക്കുക എന്നൊക്കെയുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അസ്റാണ് ഖബ്ല ഖുറൂബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അപ്പൊ സുബഹി എന്തായി? സുബഹി അസ്റായി. പിന്നെ ബാക്കിയുള്ളത് വമിനൽ ലൈലി, രാത്രിയിലെ നിസ്കാരം, ഇശാ മഗ്രിബ് ഒക്കെ. വഅദ്ബാറ സുജൂദ്, സുജൂദിന് ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉലമാക്കൾ പറഞ്ഞത് സുജൂദിന് ശേഷമുള്ള അത്തഹിയാത്തിൽ എന്ത് ചെയ്യും? സുജൂദിന് ശേഷം എന്തുണ്ട്? അത്തഹിയാത്തിന്റെ അതിൽ നിങ്ങൾ അല്ലാഹുവിനെ എന്ത് ചെയ്യും? തസ്ബീഹ് ചെയ്യുകയും അവനെ പുകഴ്ത്തുകയും ചെയ്യും. ചില ഉലമാക്കൾ പറഞ്ഞത് നമസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾ അല്ലാഹുക്ക് എന്ത് ചെയ്യും? തസ്ബീഹ് ചെയ്യും. ഇതാണ് കൂടുതൽ പ്രബലമായ അഭിപ്രായം. കാരണം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്ത് ചൊല്ലലുണ്ട്? സുബ്ഹാനല്ലാഹ് പറയലുണ്ട്, അൽഹംദുലില്ലാഹ് പറയലുണ്ട്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ബാറ സുജൂദ്, സുജൂദുകൾക്ക് ശേഷം. അവിടെ സുജൂദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരം എന്നാണ്. ഖുർആൻ പല സ്ഥലത്തും എന്ത് പറയുന്നുണ്ട്? ഇങ്ങനെ റുക്കോയിനെ പറയുന്നത് നിസ്കാരത്തിന് വേണ്ടിയിട്ട്, സുജൂദിനെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ട്? നിസ്കാരത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നിസ്കാരത്തിന് ശേഷമല്ലേ ഈ ദിക്റുകൾ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ദിക്റുകളാണ്. സാധുക്കളായ ചില സഹാബാക്കൾ വന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ പണക്കാർ ഒരു ഞങ്ങളെപ്പോലെ നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങളെപ്പോലെ നോമ്പ് വിൽക്കുന്നുണ്ട്, ഞങ്ങളെപ്പോലെ ഖുർആൻ ഓതി അമലുകളൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ധർമ്മം ചെയ്യുന്നുണ്ട്, കണ്ടമാനം സമ്പത്ത് ധർമ്മം ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ആഖിറത്തിൽ എന്തായി പോവും? പിന്നോട്ടിലായി പോകും. ഓലൊക്കെ വിജയിക്കും, പൈസ ഉള്ളവരൊക്കെ രക്ഷപ്പെട്ടു, നമ്മൾ ബാക്കിലായി പോവല്ലോ, നമ്മളെ മാർക്ക് കുറയല്ലോ. അപ്പൊ നബി തങ്ങൾ ഞങ്ങൾ അവരോട് പറഞ്ഞു, സഹാബാക്കളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം, പണക്കാരോട് കട പിടിക്കാൻ പറ്റുന്ന ഞാൻ ഒരു അമൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അത് നിങ്ങൾ കൃത്യമായി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ താജങ്ങൾ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അതും പറഞ്ഞു കൊടുത്തു. അപ്പോ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഇത് എന്തില്ല പൈസന്റെ മുടക്കൊന്നുമില്ല, പണക്കാരെ കൂടെ നമുക്ക് എത്താം എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ ചെല്ലുകൊടുക്കുമ്പോൾ ആരും ചെല്ലാൻ തുടങ്ങി. മനസ്സിലായില്ലേ? നമ്മളവിടുത്തെ പണക്കാരെ മയിലല്ല അവിടുത്തെ പണക്കാർ. മനസ്സിലായില്ലേ? കാരണം നമ്മളവിടുത്തെ പണക്കാർക്ക് ഇരിക്കാൻ തന്നെ നേരില്ല, പായാണ്. പണക്കാർക്കും നേരില്ല, പാവപ്പെട്ടവരും നേരില്ല അവിടെ. അപ്പൊ ആ പണക്കാരും ചെല്ലാൻ തുടങ്ങി. അപ്പൊ സഹാബാക്കൾക്ക് പിന്നെ പ്രശ്നമായി. എന്തായി? അപ്പൊ നിബിധങ്ങളുടെ ആദങ്ങൾക്ക് പിന്നെ ഒരു പറഞ്ഞത് ഓരിത് ചെല്ലുന്നുണ്ട്. ഓരിതൊന്നും കുയിന്തിന്റെ പേരിൽ പറയില്ല. പിന്നെ എന്താണ് ഇത്? ആഖിറത്തിൽ എന്തായി പോയത്? ബാക്കിലായി പോയത് എന്ന് ചിന്ത. അപ്പൊ നബിതങ്ങളുടെ ആദങ്ങൾ പറഞ്ഞു, അത് ഇനി ഒന്നും കാട്ടാൻ പറ്റില്ല. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് എന്ത് ചെയ്യും? അവന്റെ ഔദാര്യം ചെയ്ത് ആലിക്കഫലുമായി തീമയേശ, അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ ഔദാര്യം ചെയ്യും. നിങ്ങൾ ചെയ്തോളി, അള്ളാഹു തരാൻ കഴിവുള്ളവനാണ്.
മനസ്സിലായില്ലേ? അപ്പൊ അന്ന് സഹാബാക്കൾ മത്സരിച്ച് ചെയ്തതാണ്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ദിക്റാണ് സുബ്ഹാനല്ലാഹ് 43, അൽഹംദുലില്ലാഹ് 43, അല്ലാഹു അക്ബർ 44. മനസ്സിലായില്ലേ? വളരെ പ്രാധാന്യം. പക്ഷേ നമ്മുടെ നാടുകളിലൊന്നും അതിന്റെ ഒരു പ്രാധാന്യം കാണണേ ഇല്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, ഒരാൾ ഇത് കൃത്യമായി ചെല്ലുകയാണെങ്കിൽ, ഇത് ഈ പറഞ്ഞ തസ്ബീഹത്തുകൾ ഈ 99ഉം 1 ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ 34 പറഞ്ഞിട്ട് എന്താക്കുക, 100 ഈ 100 തസ്ബീഹത്തുകൾ അത് ചൊല്ലിയാൽ അവന്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടും. ഫൈൻ കാനത് മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിലെ ഞൊരകൾക്ക് സമാനം പാപങ്ങൾ ഉണ്ടെങ്കിലും ശരിയെന്ന് പറഞ്ഞു. അത്ര പാവം എന്തായാലും ഒരു മനുഷ്യൻ ചെയ്യൂല. കാരണം ളുഹർ കഴിഞ്ഞ അസ്റാമത്തിന് തന്നെ ആകെ 1 മണിക്കൂറേ ഉള്ളൂ. ളുഹറിന് ചൊല്ലി കഴിഞ്ഞൊക്കെ പുറത്ത്, പിന്നെ അസറിന്, പിന്നെ മഗ്രിബിന്, പിന്നെ സുബഹിക്ക്, പിന്നെ രാത്രി ഉറങ്ങാറുണ്ട്, പിന്നെയും ചൊല്ലി, പിന്നെയും അതാക്കാൻ. അപ്പം സത്യത്തിൽ ഇത് ഇത്ര പ്രാധാന്യമുള്ള ദിക്റായിട്ടും പലപ്പോഴും നിസ്കരിക്കണ നമുക്ക് ചെല്ലാൻ കഴിയില്ല. ആൾക്കാർ സലാം വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് പറയും, പിന്നെ അല്ലാഹു അക്ബർ പറയും. അപ്പൊ ഇതിന് മൊബൈൽ എന്ത് ചെയ്യും? കാരണം ആകെ ഒരു 7 മിനിറ്റൊക്കെ എന്തായിന് ഈ മഹാനെ നമ്മൾ വിട്ടിരുത്തിയതാണ്. ആരെ? ഈ മൊബൈലിനെ നമ്മൾ വിട്ട്. നമ്മളെ എല്ലാത്തിനേക്കാളും നമുക്ക് പ്രിയങ്കരമായതാണ് എന്ത്? അപ്പൊ ഒന്ന് എടുത്ത് വെറുതെ നോക്കും, അളിയാ എന്തെങ്കിലും പറ്റീനോന്നൊക്കെ. എന്നിട്ട് അത് എടുത്തൊക്കെ നോക്കി. അപ്പൊ വാട്സപ്പ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? അതങ്ങനെ ചവറ് പോലെ വരലല്ലേ. ഒഴിവുള്ളവനൊക്കെ അങ്ങനെ ഇട്ടിക്കല്ലേ, അങ്ങനെ വന്നോളല്ലോ. അപ്പൊ നമ്മൾ വെറുതെ നോക്കുമ്പോണ്ടാവും നമ്മളെ കാര്യപ്പെട്ട ഒരാളെ വാട്സപ്പ് തന്നെ. അപ്പൊ നീച്ചു പോകുന്നുണ്ടോ? ഈ ഫോൺ എടുത്താവോ ദുര്യാവക്ക് എത്തി. അവിടെ കഴിവിന്റെ പരമാവധി വണ്ടി വെച്ച് പോരാൻ പറ്റെങ്കിൽ അത്രയും നല്ലതാണ്, അത്രയും നല്ലതാണ്. പള്ളി സ്ഥിരമായിട്ട് നിൽക്കണോല് പിന്നെ അവർക്ക് എന്തെങ്കിലും കോളൊക്കെ വരുന്നുണ്ടെങ്കിൽ വേറെ കാര്യം. അയാളോട് നമ്മൾ സ്കെച്ച് കയറാനൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അത്ര അയാളെ നമ്മൾ അടുപ്പിക്കാവുന്ന അത്ര നമുക്ക് ആഫിയത്തുണ്ടാവും. പിന്നെ അവർ എന്തെങ്കിലും വിളിച്ചാലോ, പഴയ കാലത്ത് വിളിച്ചാൽ എന്താണ്ടായി നിങ്ങൾ പറയും. പഴയ കാലത്ത് ഫോൺ തന്നെയല്ലേ, ലാൻഡ് ഫോൺ തന്നെ മര്യാദക്കില്ലാത്ത കാലത്ത്. അന്നും ഇവിടെ ആൾക്കാരെന്ത് ചെയ്തിന് ജിജനെ ചോദിച്ചില്ലേ? ഇപ്പത്തെ വലിയ എന്നൊക്കെ പറഞ്ഞ ഫോണില്ലാത്ത ആളാണ്. ആരാണ്? വേറൊരു ഡോക്ടർ നിങ്ങൾക്കറിയണേ, അയാളെ ഫോണില്ല. അയാൾ ഡോക്ടറാണ്, അയാളെ ഫോണില്ല. അപ്പൊ ചിലപ്പോ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കാൻ ഞാൻ പറയും, എന്താ ഡോക്ടറോട്? അവനോട് പറയും, ഞാൻ എന്റെ ക്ലിനിക്കിൽ ഫോണുണ്ട്, എന്റെ പെരയിൽ ഫോണുണ്ട്, എനിക്ക് നടക്കുകയല്ലേ, അത് വേണ്ട. മനസ്സിലായില്ലേ? ക്ലിനിക്കിൽ പോണാര് പറഞ്ഞ ആ പേരൊക്കെ വിളിച്ചിട്ട് ഒരു ചെക്കൻഡ് ഓന്തം പറഞ്ഞു. അല്ലാണ്ട് പഴയ കാലത്ത് ലാൻഡ് ഫോൺ ഉണ്ടായി. ഇപ്പൊ ലാൻഡ് ഫോണൊക്കെ എന്തായി പുറത്തു വിടുന്നത്. പെരയിൽ ആരാ നമ്പർ 5 ഉണ്ട്, അത്രേ ഉള്ളൂ. ഡോക്ടറാണ്. നമ്മള് എങ്ങനെ ഇപ്പൊ ഇതൊക്കെ കഴിയാൻ ഒരു ഒന്നുമില്ല. ഞമ്മക്ക് ഒഴിവാക്കാൻ കഴിയാത്ത കോലത്തിലാക്കി. മനസ്സിലായില്ലേ? 2 ഫോണൊക്കെ കൊണ്ടെടുക്കും. 2 ഫോൺ ഉണ്ടായാലും എന്താ കാര്യങ്ങളെന്ന് പറഞ്ഞു. 2 ഫോൺ ഒരുമിച്ച് എന്തായാലും എടുക്കാൻ പറ്റില്ലല്ലോ. ആൾക്കാർ ഞാൻ തോന്നാണ് 2, 3 വെച്ച് കെട്ടാണ്. ആൾക്കാർ വലിയ ലോഡ് ആയിട്ടാണ് നടക്കുന്നത്. ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കി, പറ്റെങ്കിൽ വാട്സപ്പെങ്കിലും ഒഴിവാക്കാൻ പറ്റും ഒഴിവാക്കി. ആവശ്യത്തിന് ഉപയോഗിച്ചോളൂ. ദീനും അത് കയ്യിൽ ഉപയോഗിക്കണ്ട. എന്തെങ്കിലും ഫോട്ടോ അയച്ചു കൊടുക്കണം, സാധനത്തിന്റെ അയച്ചു കൊടുത്തേക്ക്. അവനാന്റെ മനുഷ്യത്തിന്റെ വഴിയാണ്, കുഴപ്പമൊന്നുമില്ല. ഫോട്ടോ ദീനൊക്കെ അതിനും ഉപയോഗിച്ച് ഇതാക്കി കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ സംഭവിച്ചു തോന്നുന്നുണ്ടോ? എനിക്ക് വലിയ സംഭവിച്ചൊന്നുമില്ല. ഈ വെളിച്ചമില്ലാത്ത ഇനിമയൊക്കെ അതിനൊക്കെ വരുന്നത് അതന്നെ ചത്തതാണ്. ആ തൊടുപുഴ കാഞ്ഞാറൊക്കെ ഉണ്ട്. കാഞ്ഞാറ് നടന്ന സ്ഥലമുണ്ട്, കേട്ടിട്ടുണ്ടാവും. മൂസാമോല എന്ന് പറയാം. അവിടുത്തെ പുഴയിലെ വെള്ളം ഭയങ്കര തണുപ്പ്. അപ്പൊ ഇവിടുന്ന് വിടുന്ന വെള്ളമാണ്. ഇവിടുന്ന് മൂലമറ്റത്തുനിന്ന് ആ ഇതിൽ കറങ്ങി കറണ്ട് എടുത്തിട്ട് ഇങ്ങനെ വരുന്ന പുഴ ഇങ്ങനെ ഒഴുകി വരുന്നതാണ്. വെള്ളം പുറത്തേക്ക് വരുന്നതാണ്. അപ്പൊ നമ്മളെ ചങ്ങായിമാർക്ക് അത് ജീവനില്ലാത്ത വെള്ളം അതില്ല. കറണ്ടൊക്കെ എന്ത് ചെയ്യുന്നു? അപ്പൊ ആ ഒരു വലിയ സംഭവമാണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇതിനൊക്കെ ജീവൻ പോകണ്ടേ? നമ്മൾ ജീവനില്ലാതെ ഇങ്ങനെ കൊണ്ടെടുക്കാൻ. മനസ്സിലായില്ലേ? പ്രകൃതിക്കാർ വലിയ ചുടുവെള്ളത്തിന്റെ ജീവൻ എന്തായാലും പോയിന്നാ പറഞ്ഞത്. അതേമാതിരി ഇതിന്റെ ഇൽമിന്റെ ജീവനൊക്കെ പോയിട്ടാണ് ആ ചവറാണ് ആർക്ക് കിട്ടുന്നത്. കരിമ്പിന്റെ ചണ്ടി മൈരിലാണ് ആർക്ക് കിട്ടുന്നത്? പറയുവായി നമുക്ക് കിട്ടുന്നത്. നമ്മൾ ചണ്ടിനെ കരിമ്പാന്ന് പറഞ്ഞാൽ പിന്നെയും ചവച്ചിങ്ങനെ ഇറക്കി നടക്കുക. അതുകൊണ്ട് ഇൽമ അതിന്റെ മാഹോലിന് പഠിക്കണം, അതിന്റെ സഹവാസത്തിൽ നിന്ന് പഠിക്കും.
ഉലമാക്കളുള്ള സഹവാസം വെക്കി നമുക്ക് വലിയ ഗുണം ചെയ്യും. നമ്മളോട് ഓരോ കാര്യങ്ങൾ സന്ദർഭത്തിന് ചിലപ്പം പറഞ്ഞ് നമുക്ക് അറിയുന്നുണ്ടാവില്ല. ഉലമാക്കളുടെ സഹവാസം വളരെ ആവശ്യമാണ് ഓരോ മനുഷ്യനും. ഒരു ഡോക്ടർ നമ്മളെ കൂടെ നമുക്ക് പരിചയമില്ല, നമ്മൾ ഫാമിലി ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ മാതിരി നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ മാഷാ അല്ലാഹ് നമുക്ക് പല കാര്യത്തിനും എളുപ്പമുണ്ടാവും. നമുക്ക് അറിയുന്നതാണൊക്കെ. കുട്ടിക്ക് ചെറിയ പനിയോ ജലദോഷമോ വേറെ കാര്യങ്ങളൊക്കെ വരാണ്. അവരായിട്ട് ഇങ്ങനെ വെറുതെ അങ്ങനെ അതിന് കെട്ടിയടിച്ച് വെച്ച് പോകുന്നു വേണ്ട, അവരോട് ഇങ്ങനെ ബന്ധപ്പെട്ടാൽ മതി. ഇതേമാതിരി ആഖിറത്തിന്റെ കാര്യത്തിൽ ഉലമാക്കൾ ആവശ്യമാണ്. ഇന്ന് ഉലമാക്കളിൽ നിന്ന് അകറ്റാൻ വേണ്ടി ചെയ്ത പണിയാണ് എന്ത് ഈ സാധനങ്ങളൊക്കെ. അതുകൊണ്ട് എന്താ ഞാൻ പറഞ്ഞാൽ ഈ ഫോൺ അത്ര പ്രയാസം ഉണ്ടാക്കുന്ന സാധനമാണ്. എടുത്തു നോക്കിയാൽ പിന്നെ അതിലെന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവും. ചില മുന്നിൽ തന്നെ വെക്കും. ശരിക്ക് ഇതിലേക്ക് പകരം വെക്കുന്ന സാധനമാണ് ഇപ്പൊ ഏതെങ്കിലും അമുസ്ലിങ്ങളൊക്കെ കണ്ട വിചാരിച്ച പോലെ എന്താണ് ഈ പോലെ ആരാധിക്കാൻ വേണ്ടി വെക്കണ പോലെ റൂട്ട് കറക്റ്റ് ആക്കുന്ന സാധനമെന്നൊക്കെ വിചാരിക്കും. വെക്കണ കണ്ടാലും മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഫോണൊക്കെ. അതുകൊണ്ട് കയ്യിനും ആ കാപ്പുനെ ഒഴിവാക്കിയാൽ അത്രയും നല്ലതാണ്. വെക്കാൻ നിർവാഹമില്ലാത്തവർക്ക് വെച്ചോളി, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ ഒരു ഫോൺ ഒരാൾ വെച്ചിട്ട് അയാളെ കണ്ടു കൂക്കൊന്നും വേണ്ട. അയാളായിട്ട് നമ്മൾ കഴിച്ച് മനസ്സിലായില്ലേ? അയാളെ ഫോണ്ട് അയാളൊക്കെ അടുത്ത് കേട്ടാണ് ക്ലാസ്സിൽ അതൊന്നും പറയാൻ ആരും നിൽക്കാറ്. അവരവർ അപ്പനാ നോക്കിക്കൂടി, വേറുള്ള ആളെ നോക്കണം. ഇങ്ങനത്തൊക്കെ പറഞ്ഞാലുണ്ടാവും. ആ കോളത്തിൽ ഉസ്താദ് പറഞ്ഞിട്ട് ഇപ്പോഴും അയാളെ ഫോൺ അവിടെ വെച്ചിരുന്നു. അയാളെ പാൻറ്റിലിട്ട് മടങ്ങാൻ മതിയാവും. ചിലപ്പോൾ കീശയിട്ടാ പൊട്ടാൻ മതിയാവും. അപ്പൊ എന്നെക്കാളും നല്ല സുരക്ഷിതമായ സ്ഥലത്ത് വെക്കണാണ്. വേറെ ഇടം കൊണ്ടുവച്ചാൽ ചിലപ്പോൾ എന്താവും, മറന്നും പോകാൻ മതിയാവും. അതൊക്കെ എന്റെ കാരണം. ഓരോരുത്തർക്ക് ഓരോ റീസൺ ഉണ്ടാവും. ഞാൻ പൊതുവായി പറഞ്ഞില്ലല്ലോ, അല്ലാണ്ട് ഇസ്ലാമിന്റെ ഉപ്പുമ പറഞ്ഞൊന്നല്ല. ഇത് അങ്ങനെ വെച്ചാൽ നിസ്കാരം ശരിയാവില്ല എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞല്ല. നമ്മളെപ്പോഴും നമ്മളെ ബലഹീനതയും കൂടി മനസ്സിലാക്കണേ. അതുകൊണ്ട് ഈ സലാം വീട്ടി കഴിഞ്ഞാൽ അധികം ആൾക്കാരും സുബ്ഹാനല്ലാഹ് ഇത് ചെല്ലലില്ല. അധികം ആൾക്കാർ ചിലവർ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് പിന്നെ ഇമാം സാഹിബ് ദ്വാരക്കാൻ തുടങ്ങുമ്പോഴാണ് ഇവന് ബോധം വരല്. എന്ത് അപ്പോ ആ കൈയൊക്കെ നിർത്തിട്ട് ഇങ്ങനെ ചുക്കാൻ വെച്ചു കൊടുക്കല്ല. ഈ പഴയ കാലത്ത് തോണിക്കൊക്കെ അങ്ങനെ പിടിച്ചെടുത്താൽ മതി, അങ്ങനെ പോയിക്കോളും. ഈ മറ്റെന്താ അതിന് പറയല്, ഈ കാറ്റുപായൊക്കെ കെട്ടും ഇങ്ങനെ വലിച്ചിട്ട് പിന്നെ അതിങ്ങനെ പിടിച്ചെടുത്താൽ മതി, അങ്ങനെ പോയിക്കോളും. എന്ന മാതിരി കൈ ഇങ്ങനെ പിടിച്ചെടുക്കല്ല. ആ രണ്ടെണ്ണം ചേർത്ത് ഇങ്ങനെ പിടിച്ചെടുത്താൽ ആ പറഞ്ഞൊക്കെ ഇങ്ങോട്ട് വന്ന് പോകുന്ന അയാൾ വിചാരിക്കുന്നത് ഇയാൾ എടോ ഉള്ളത്. പിന്നെ വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി എന്ന് പറയുമ്പോഴാണ് സംഗതി എന്തായിന് കഴിഞ്ഞ ഒന്ന് മുഖത്തിങ്ങനെ ഒരു നല്ലൊരു അരുതൽ വരുത്തിയിട്ട് ഒരു പൂക്കുണ്ട്. മനസ്സിലായില്ല? ദ്വാരന്ന് എന്താവും അറിയില്ല, ഒന്നും അറിയില്ല. മനസ്സിലായില്ല? സ്വന്തമായിട്ട് ദ്വാരക്കൂല്ല, എന്നാ സുബ്ഹാനല്ലാഹ് പൂർത്തിയാക്കാവൂല്ല. ചില പള്ളിയിൽ ഇമാമാര് സുബ്ഹാനല്ലാഹ് ചെല്ലാൻ സമയം തരൂല. അതുകൊണ്ട് ഭയ ഒരു കാര്യം എന്തായാലും തീരുമാനിക്കാം. ഞാനെപ്പോഴും എന്റെ മനസ്സിൽ വിചാരിക്കല്, എന്റെ ദുആ കബൂലായില്ലെങ്കിലും ഇത് നബിതങ്ങൾ ശാസനങ്ങൾ ഹക്കായി പറഞ്ഞൊരു വാക്കാണ്. നാളെ ഖിയാമത്ത് നാളെങ്കിലും അള്ളാഹിനോട് പറയാം, നിന്റെ നബിതങ്ങൾ ശാസനങ്ങൾ പറഞ്ഞിരുന്നു എന്ത്, സമുദ്രത്തിലെ നുരകൾക്ക് സമാനം പാപമുണ്ടെങ്കിൽ പുറത്തു വരുന്നു, ഞാൻ ആ യഖീനിൽ ഇത് ചെല്ലിയിരുന്നു എന്നെങ്കിലും പറയാം. അപ്പൊ ദുആ കബൂലായില്ല, ഇതെന്തായാലും കബൂലാവും. ഔലവൈ. അപ്പൊ എന്തായാലും ഇത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ആ ഗഫ്ലത്ത് ചെല്ലരുത്. 34 പറ്റൂലത്. സുബ്ഹാനല്ലാഹ്, എത്ര ചെല്ലാൻ പറ്റുള്ളൂ? എണ്ണം പറഞ്ഞത് പിന്നെ അതിൽ കൂട്ടാൻ അവകാശമില്ല. അതാ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യൂലേ? ചെയ്യില്ല ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മളിത് ചൊല്ലി തീർക്കുക. സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം ചൊല്ലി തീർത്ത് സമാധാനം. ചില സമയം ഉണ്ടാവും തിരക്കുറിച്ച്. ഹദീസിൽ 25ന്റെ ഹദീസുണ്ട്, മനസ്സിലായില്ലേ? 10ന്റെ ഹദീസുണ്ട്. ഒക്കെ തിരക്കിനനുസരിച്ചാണ്. പെട്ടെന്ന് പോകണം, 10 ചെല്ലിട്ട് വേഗം പോവാം. ചെല്ലൂല വൈ. അപ്പം ഖബല തുലൂഇ ശംസി വഖബലൽ ഗുറൂബ്. അപ്പൊ രാവിലെ വൈകുന്നേരത്തിന് തസ്ബീഹാത്തുകൾ പൂർത്തിയാക്കാനാണ് ഈ പറയുന്നത്. അസ്തമയത്തിന് മുന്നായിട്ടൊക്കെ നേരത്തെ പള്ളിയിലൊക്കെ കയറിയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് ദിക്റൊക്കെ പൂർത്തിയാക്കുക, ദിക്റുകൾ പൂർത്തിയാക്കുക, തസ്ബീഹുകൾ പൂർത്തിയാക്കുക. ഇന്ന് അതിനൊന്നും നമുക്ക് നേരം സത്യത്തിൽ കിട്ടില്ല, നേരം കിട്ടുന്നില്ല. കിട്ടണം കുറച്ച് സമയം തസ്ബീഹ്. പഴയ ആൾക്കാരൊക്കെ നേരത്തെ പള്ളിയിൽ കയറിയിരുന്നു, എന്തെങ്കിലുമൊക്കെ ചൊല്ലിയിരുന്നു. ആ വെറുതെ ആൾക്കാരോടാണ് അന്ന് പറയിപ്പിച്ചത് എന്ത്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അൽഅദീം. ചില പള്ളിയിലല്ലോ അത് വെറുതെ ഇങ്ങനെ അന്തം വിട്ട് അവടിച്ചിങ്ങനെ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഏതോ ഉസ്താദ് എന്ത് ചെയ്താണ് പറയുവൈ. ആ ചില വെറുതെ അവടിച്ചിക്കണ്ട. ഇന്നിപ്പോ നോക്കിയാൽ ഫുള്ള് അവയിലാണ്. ആര് അങ്ങനെ നിൽക്കും, പുറത്തൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും. കാരണം ഇഖാമത്ത് കൊടുക്കട്ടെ, സമയം ഉണ്ടല്ലോ പറഞ്ഞാൽ അങ്ങനെ നിൽക്കുന്നതാണ്. മനുഷ്യന്മാർക്ക് പള്ളിന്റെ ഉള്ളിൽ നിൽക്കാൻ എന്ത് ചെയ്യില്ല, കഴിയില്ല. പള്ളിയുടെ ഉള്ളിൽ കയറാൻ കഴിയില്ല. ആളങ്ങനെ പുറത്തൊക്കെ ആടിങ്ങനെ കണ്ണ് കുറച്ച് നേരത്തായി പോയാലൊക്കെ ചിന്തിക്കും. ചില ആളൊക്കെ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകും 1:10. മനസ്സിലായില്ലേ? ആകെ ഉണ്ടാവുള്ളൂ. എന്തിന് വൈ നിസ്കരിക്കാനോ? ഭയങ്കരമാണ് പറഞ്ഞിട്ട് ഒറ്റക്ക് സ്കെച്ച് പോവുക, അല്ലെങ്കിൽ
അടുത്ത പള്ളി വെച്ച് അടുത്ത പള്ളിയിലെത്തുമ്പോൾ എന്താ ഇല്ലാവും ജമാഅത്ത് കഴിഞ്ഞു. അങ്ങനൊക്കെ ഈ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ചില പള്ളി 20 മിനിറ്റ് ഉണ്ടാവും. ഇപ്പൊ 15 മിനിറ്റ് അയച്ചു വന്നേക്കും. അപ്പൊ ഉണ്ടാവും ഒരു 5 ഏറെ. അപ്പൊ അവനെ ഇടങ്ങണിക്കും. ആടെ കയറിയാൽ മതിനെ ഇവിടെ 20 മിനിറ്റുള്ള ഇപ്പൊ ആരത്ര ശ്രദ്ധിച്ചെന്നൊക്കെ 5 മിനിറ്റ്. നമ്മളെ മനസ്സിന്റെ മാനസികാവസ്ഥ അങ്ങനെ ആയി മാറി. കാരണം ഫുൾ ടൈം പള്ളിന്റെ പുറത്ത്, ഫുൾ ടൈം വസ്തുക്കളിൽ, ഫുൾ ടൈം അവിടെയും വെടിയുള്ളത്. ഇതൊന്ന് മാറ്റം ഉണ്ടാകുകയാണ് വേണ്ടത്. അതുകൊണ്ട് തസ്ബീഹിന് സമയം കണ്ടെത്തണം. കണ്ടെത്തൂല ഇൻഷാ അല്ലാഹ്. അല്ലാഹ് നമുക്ക് അമൽ ചെയ്യുന്നു.